Okay, so before we start, like എല്ലാവരും ഒരു പെന്നും പേപ്പറും എടുത്ത് റെഡി ആയിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്ക് എസ് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കാം, ഒരു എക്സസൈസ് ഒരു എസ് ചെയ്ത് നോക്കണം. സോ ഐ വോണ്ട് എവരി വൺ ടു ബി റെഡി വിത്ത് പെൻ ആൻഡ് പേപ്പർ ഇൻ ഹാൻഡ്. ഓക്കെ, സോ യെസ്റ്റർഡേ നിങ്ങൾക്ക് ബാസി സാർ ഒരു സെഷൻ എടുത്തിരുന്നു റിഗാർഡിങ് എന്താണ് എസ് എ, എന്താണ് എസ് എയുടെ അപ്രോച്ച്, അല്ലെങ്കിൽ ഹൗ ടു റൈറ്റ് എൻ എസ് എ and what are the recurring themes that UPSC is asking in essay എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സെഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിന്റെ റെക്കോർഡിംഗ് നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ടു ഹാവ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലൈക്ക് എന്താണ് UPSC essay, എന്താണ് UPSC essayയുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഈ സെഷന്റെ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബി ട്രൈയിങ് ടു ലൈക്ക് നമ്മൾ എസ് എ എഴുതുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് ആ എസ് എ എഴുതുവാൻ വേണ്ട കണ്ടന്റ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീസന്റ് UPSC പ്രിപ്പറേഷൻ നടത്തിയ ഒരു ആസ്പിരന്റിന് ഒരു UPSC എസ് എ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാനുള്ള ഒരു ബേസിക് ഐഡിയ എന്തായാലും ഉണ്ടാവും. ബട്ട് ഈ എസ് എയുടെ കണ്ടന്റ് പലർക്കും ഉണ്ടെങ്കിലും പലർക്കും അത് പോയിന്റ്സ് ആയി ജനറേറ്റ് ചെയ്തുകൊണ്ട് ഒരു നല്ല എസ് എ ആക്കി എഴുതി കൊണ്ടുവരാൻ സാധിക്കാറില്ല. അപ്പൊ അതെന്താ സംഭവിച്ചത്? ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ലാക്ക് ഓഫ് കണ്ടന്റ് യു ഹാവ്, ദ ഇഷ്യൂ ഇസ് വിത്ത് ഓർഗനൈസിങ് യുവർ തോട്ട്. നമ്മുടെ കയ്യിലുള്ള തോട്ടിനെയും ഐഡിയാസിനെയും കണ്ടന്റിനെയും ചോദിക്കുന്ന ചോദ്യത്തിന്റെ ബേസിൽ ഓർഗനൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് പലർക്കും എസ് എഴുതുമ്പോൾ വരുന്ന ബ്ലോക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തോട്ടിനെ നമുക്ക് എപ്പോഴും ബ്ലോക്കേജ് മാറ്റണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എസ് എഴുതി നോക്കുന്നത് തന്നെയാണ്. പക്ഷെ ഒരു 2 എസ് എഴുതാന്ന് പറയുമ്പോൾ ടേക്കിംഗ് 3 hours ആൻഡ് അത് എപ്പോഴും ആൾക്കാർ ചെയ്ത് നോക്കണമെന്നില്ല. പക്ഷെ നമുക്കതിന് ചെയ്യാവുന്ന ഒരു പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ സ്റ്റോം ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ ഒരു എസ് എ എങ്ങനെയായിരിക്കണം എന്നുള്ളതും ഏതൊക്കെ പോയിന്റ്സ് കൊടുക്കണം എന്നുള്ളതും നമ്മളൊന്ന് ലൈക്ക് ബേസിക്കലി വി മേക്ക് ഓർ റൈറ്റ് ആൻ എസ് എ യൂസിങ് അവർ ബ്രെയിൻ. അതാണ് ബേസിക്കലി നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ള പ്രോസസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ നോർമലി നമുക്കറിയാം യു ഹാവ് 3 hours ടു റൈറ്റ് യു എസ് എ. അതായത് നമുക്കറിയാവുന്ന കേസ് യു ഹാവ് അറൌണ്ട് 1.5 hours ആണ് നിങ്ങൾക്ക് ഒരു എസ് എ എഴുതാൻ കിട്ടുന്നത്. ആൻഡ് ഈ എസ് എ എഴുതാൻ UPSC പറയുന്നത് ഇസ് അറൌണ്ട് 1200 words. ഓക്കെ, 1200 words എഴുതാണ് നമ്മുടെ UPSC പറയുന്നത്. അപ്പൊ ഈ 1200 words എഴുതാൻ ശരിക്കും നിങ്ങൾക്ക് 1.5 hours ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾ 250 words ആൻസേഴ്സ് യു ആർ ട്രെയിൻ ടു ആൻസർ ഇറ്റ് ഇൻ അറൌണ്ട് 11 minutes അല്ലെ, 11 minutes. അതായത് നിങ്ങൾക്ക് 1000 words എഴുതാൻ യു നീഡ് അറൌണ്ട് 44 minutes, അല്ലെങ്കിൽ 1250 words എഴുതാൻ നിങ്ങൾക്ക് ഏകദേശം 55 minutes ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇത്രയും വാക്കുകൾ എഴുതണം, ഇത്രയും നീണ്ട എസ് എഴുതും എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും. ലെറ്റ്സ് ടേക്ക് യു ടേക്ക് 1 hour or 1 hour 5 minutes ടു റൈറ്റ് എൻ എസ് എ. ശരിക്കും അത്രയും മതി. അപ്പോ നിങ്ങൾക്ക് എസ് എ എഴുതാൻ സമയം തികയാത്തൊരവസ്ഥ പൊതുവെ മെയിൻസ് എഴുതുന്ന ആസ്പിറൻസ് വരുന്നത് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ എക്സ്ട്രാ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എസ് എ നല്ല രീതിയിൽ പ്രസന്റ് ആക്കുവാനും, നല്ല പോയിന്റ്സ് കൊണ്ടുവരാനും, നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യുവാനും, നല്ല എക്സാമ്പിൾസ് കോട്ട് ചെയ്യുവാനും അത് നമ്മൾ അങ്ങനെ അതിനു വേണ്ടി നമുക്ക് ബേസിക്കലി ഉപയോഗിക്കാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എഴുതുന്ന എസ് എ എങ്ങനെയായിരിക്കുന്നത് നമ്മൾ മുൻപേ പ്ലാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത്. So we will be having a basic idea like how our essay is going to be even before we start to write the essay. ഇതാണ് പ്രോസസ്. അപ്പൊ ബേസിക്കലി ഒരു എസ്സേ എഴുതുന്നതിന് മുമ്പ് നമുക്ക് എത്ര ടൈം എടുത്തുകൊണ്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യാം? ഓക്കെ, സോ ഇനീഷ്യലി ലൈക്ക് നമുക്ക് ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, പിന്നീട് അത് നമുക്ക് ഓക്കെ വരുന്ന ഒരു പ്രോസസ്സാണ്. സോ ലൈക്ക് വെൻ യു ആർ റൈറ്റിംഗ് മീൻസ് യു ക്യാൻ യൂസ് അറൌണ്ട് 20 minutes. ഓക്കെ, 20 minutes നമുക്ക് എന്ത് ചെയ്യാം, എസ്സേ ബ്രെയിൻ സ്റ്റോം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതായത് യു വിൽ ബി യൂസിങ് അറൌണ്ട് 4 minutes or 5 minutes ടു ചൂസ് എ ടോപ്പിക്. ആ ടോപ്പിക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 20 minutes ആ ടോപ്പിക്സിനെ ബേസ് ചെയ്ത് എസ്സേയിൽ എന്തൊക്കെ എഴുതണം, എങ്ങനെയൊക്കെ എഴുതുന്ന കാര്യം തീരുമാനിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതാണ് നമ്മൾ ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യേണ്ടത്, ലൈക്ക് വാട്ട് ഇസ് ദി പ്രോസസ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്തിന് നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്യണം? വൈ ഷുഡ് വി ബ്രെയിൻ സ്റ്റോം? നമ്മൾ എസ് എഴുതുന്നതിന് മുമ്പ് ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് ഓൾറെഡി ഇന്നലത്തെ സെഷനിൽ നിങ്ങളുടെ എസ് എഴുതുന്ന സ്ട്രക്ചർ ഒക്കെ കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ. എന്താണ് എസ് എക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കും ഇൻട്രൊഡക്ഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ദെൻ എസ് എയില് കുറച്ച് ഹുക്കിംഗ് പാരഗ്രാഫ് വേണം ഇൻട്രൊഡക്ഷന് ശേഷം. ആ ഹുക്ക് പാരഗ്രാഫ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, ആർഗ്യുമെന്റ്സ് ജനറേറ്റ് ചെയ്യണം. എസ് എയിൽ പറഞ്ഞ ടോപ്പിക്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആർഗ്യുമെന്റ്സ് ജനറേറ്റ് ചെയ്യണം. അതിനുശേഷം കൗണ്ടർ ആർഗ്യുമെന്റ്സ് ജനറേറ്റ് ചെയ്യണം. ദെൻ നമുക്കൊരു ബാലൻസ്ഡ് സ്റ്റാൻഡ് എടുക്കണം.
അല്ലെ? ബാലൻസ്ഡ് സ്റ്റാൻഡ് എടുക്കണം. ആൻഡ് അതേപോലെ തന്നെ കൺക്ലൂഷനും എഴുതണം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു എസ് എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടേ? അപ്പൊ അതിന് വേണ്ട കാര്യം എന്ത് ചെയ്യണം? അതിന് വേണ്ട ടോപ്പിക്സ് ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ പലപ്പോഴും UPC ഇപ്പോൾ ചോദിക്കുന്നത് ഫിലോസഫിക്കൽ ടോപ്പിക്സ് ആണ്. അതായത് നോർമലി ഉള്ള ടോപ്പിക്സ് മാറിയിട്ട് ഇപ്പൊ പെട്രിയാർക്കി, എഡ്യൂക്കേഷൻ ഇന്ത്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള കാര്യങ്ങൾക്കുപരി UPC ഇപ്പൊ പലപ്പോഴും ചോദിക്കുന്നത് എന്താണ്? ഫിലോസഫിക്കൽ എസ്സേസ് ആണ്. അപ്പൊ ഫിലോസഫിക്കൽ എസ്സേസ് പലപ്പോഴും നമുക്ക് ആ ടോപ്പിക്സ് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് ടേക്ക് സം ടൈം. അപ്പോ ദിസ് ബ്രെയിൻ സ്റ്റോമിംഗ് വിൽ ഹെൽപ്പ് us ടു ഡീകോഡ് ദി ടോപ്പിക് കറക്റ്റ്ലി. ആ ടോപ്പിക്കിനെ കൃത്യമായി ഡീകോഡ് ചെയ്യുവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. അതായത് നിങ്ങൾ എസ്സേയുടെ ക്വസ്റ്റ്യൻസ് മുമ്പ് കണ്ടെങ്കിൽ മനസ്സിലാവും, പലപ്പോഴും പല ടോപ്പിക്സും കൃത്യമായി മനസ്സിലാവില്ല. അപ്പൊ അത് ഡീകോഡ് ചെയ്യാൻ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഡീകോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എന്താണ് ആ ടോപ്പിക്കിന്റെ സെൻട്രൽ ആർഗ്യുമെന്റ്, അതായത് നമ്മൾ എഴുതേണ്ട കാര്യം എന്തിനെ ബേസ് ചെയ്തായിരിക്കും എന്നുള്ള സെൻട്രൽ ആർഗ്യുമെന്റ് നമുക്ക് കിട്ടുള്ളൂ. ഈ സെൻട്രൽ ആർഗ്യുമെന്റ് മനസ്സിലാക്കിയാൽ നമുക്ക് എസ്സേയിൽ എന്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ? മൾട്ടിപ്പിൾ ഡൈമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെ? എന്തൊക്കെ ഡൈമെൻഷൻസ് കൊണ്ടുവരണം എന്നുള്ള കാര്യം. ഈ ഡൈമെൻഷൻസ് കൊണ്ടുവരാൻ മാത്രം മതിയോ? ഈ ഡൈമെൻഷനിലൊക്കെ നമുക്ക് എന്ത് വേണം? എക്സാമ്പിൾസ് കൊണ്ടുവരണം. അപ്പോ ആ ടോപ്പിക് കൃത്യമായി ഡീകോഡ് ചെയ്യാനും അതിന് വേണ്ട അതിന്റെ സെൻട്രൽ ആർഗ്യുമെന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുവാനും ആ ആർഗ്യുമെന്റിന് വേണ്ട മൾട്ടിപ്പിൾ ഡൈമെൻഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുവാനും ആ ഡൈമെൻഷന് വേണ്ട എക്സാമ്പിൾസ് ജനറേറ്റ് ചെയ്യാനും നമുക്ക് ആദ്യം കുറച്ച് സമയം ഉപയോഗിക്കാം. അത് നമ്മളെ ബ്രെയിൻ സ്റ്റോമിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. ഇനി ആർഗ്യുമെന്റ്സ് മാത്രം മതിയോ? നമുക്ക് കൗണ്ടർ ആർഗ്യുമെന്റ്സും ജനറേറ്റ് ചെയ്യണം. അതിന് നമുക്ക് എന്ത് വേണം? ഈ ഒരു പെർട്ടിക്കുലർ സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഇതൊരു ഫാക്ടർ. ഇനി മറ്റൊരു ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് 10 മാർക്കറും 15 മാർക്കറും ഒരു പരിധി വരെ 20 മാർക്കിന്റെ കേസ് സ്റ്റഡീസ് എഴുതാനുമാണ്. എസ്സേ എഴുതി നമ്മൾ ഒരു പക്ഷേ അധികം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എസ്സേയിലെ സ്പേസ് ടൈം യൂട്ടിലൈസേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സ്പേസ് ടൈം യൂട്ടിലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി 12 പേജസ് തന്നോടത്ത് 2025 14-15 പേജ് UPC തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റം വരുവാണെങ്കിൽ നമുക്ക് ആ സ്പേസിലും ടൈമിൽ ഒതുങ്ങി നിൽക്കണ്ടേ? അപ്പോൾ ആ സ്പേസിലും ടൈമിൽ ഒതുങ്ങി നിൽക്കണമെങ്കിൽ നമ്മുടെ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാം എത്ര പോയിന്റ്സ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ എഴുതാനുണ്ട്, അത് എവിടെയൊക്കെ വരണം എന്നുള്ളത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. Then it also reduces mental fatigue. Okay, reduces mental fatigue. മെന്റൽ ഫെറ്റിഗ് കുറയ്ക്കുക എന്ന് പറയാൻ കാരണം ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയി നമ്മൾ എസ്സേയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെ എഴുതണം, എങ്ങനെയൊക്കെ എഴുതണം എന്നുള്ളത്. അപ്പൊ നമുക്ക് എസ്സേ എഴുതുന്ന സമയത്തുള്ള സ്ട്രെസ് അല്ലെങ്കിൽ എഴുതുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് ബേസിക്കലി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എസ്സേ എഴുതാൻ പറ്റും. ഇനി ഒരു ഇഷ്യൂ പൊതുവെ എസ്സേ എഴുതുന്ന സമയത്ത് കുട്ടികളിൽ കാണുന്നത്, ഇത്ര ലെങ്തി ആയി എഴുതി വരുമ്പോൾ ആ ടോപ്പിക് എന്താണോ കീ തീം എന്നുള്ളത് അതിൽ നിന്ന് ഡൈവേർട്ട് ആയി പോവാറുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എപ്പോഴും വിൽ ബി ഓൾവേസ് കണക്റ്റഡ് ടു ദ തീം, അല്ലെ? എപ്പോഴും തീമിനോട് കണക്റ്റഡ് ആയിട്ടായിരിക്കും. കാരണം എന്താ? നമുക്ക് കൃത്യമായി പോവേണ്ട പാത്ത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായി പോവേണ്ട പാത്ത് നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? ഡീവിയേറ്റ് ചെയ്ത് പോവില്ല. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു എൻഷുർ ആസ് മിനിമം മാർക്സ്. അപ്പോൾ ഇത് കുറച്ച് ഫാക്ടേഴ്സ്. ഇവിടെ മൾട്ടിപ്പിൾ ഡൈമെൻഷൻസും ആർഗ്യുമെന്റ്സും സെൻട്രൽ ആർഗ്യുമെന്റ്സും കൊണ്ടുവരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡൈമെൻഷൻസും ആർഗ്യുമെന്റ്സും സെൻട്രൽ ആർഗ്യുമെന്റ്സും സപ്പോസ് നിങ്ങൾ ബ്രെയിൻ സ്റ്റോമിംഗ് ചെയ്യാതെ തന്നെ എഴുതി തുടങ്ങാമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ഇനീഷ്യലി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഐഡിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ദ ബെസ്റ്റ് ഐഡിയ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ ആ തോട്ടിലേക്ക് ഇറങ്ങി ആ പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി കൂടുതൽ ചിന്തിച്ച് ഒരു 1-2 പോയിന്റ് ചെയ്ത ശേഷമായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവാം? ഓ, ദ ബെസ്റ്റ് ഐഡിയ ഇതായിരുന്നു, അല്ലെങ്കിൽ ഇതായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഡൈമെൻഷൻ എന്നൊരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ 4, 5, 6 പേജോ കഴിഞ്ഞു, എന്നിട്ടാണ് നമുക്കൊരു തോട്ട് വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ കൗണ്ടർ ആർഗ്യുമെന്റ് ആലോചിക്കുമ്പോഴായിരിക്കും ആർഗ്യുമെന്റ് നല്ലൊരു ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓൾറെഡി എഴുതി പോയത് കൊണ്ട് നമുക്കത് എഴുതാൻ പറ്റില്ല, അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പോയിന്റ് വരാൻ വൈകിയത് കൊണ്ട് നമുക്ക് ആ മാർക്ക് അവിടെ മിസ്സാവരുത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബ്രെയിൻ സ്റ്റോമിംഗ് വഴി നമുക്ക് ചെയ്യുവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന പ്രോസസിന്റെ റെലവൻസ്. ഇനി എന്താണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ ബ്രെയിൻ സ്റ്റോമിംഗ് പ്രോസസ്സിനെ ഐ എം ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 5 A's. 5 A's ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. 5 സ്റ്റെപ്പ്. ഏതൊക്കെയാണ് 5 സ്റ്റെപ്പ്? അക്യുമുലേറ്റ്, അസംബിൾ,
announce, afterward, advance. Accumulate, assemble, announce, afterward, advance. Accumulate. എന്താണ് അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് മീനിങ് എന്താ? കുന്നുകൂടുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിന് പുറത്തൊന്നായി ഇങ്ങനെ വരിക എന്നുള്ളതൊക്കെയാണ് അക്യുമുലേറ്റ് എന്നുള്ള വാക്കിനർത്ഥം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടോപ്പിക് വായിക്കുമ്പോൾ, നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം GS പേപ്പറൊക്കെ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ വരും. ഈ വരുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാം? പേപ്പറിൽ എഴുതി വെക്കാം. കാരണം നിങ്ങൾക്ക് എസ്സേയിൽ ദർ വിൽ ബി എ സ്പേസ് ഫോർ റഫ് വർക്ക്. ആ റഫ് വർക്കിൽ ജസ്റ്റ് ഡംപ് വാട്ട് ഓൾ തിങ്സ് ആർ കമ്മിങ് ടു യുവർ ബ്രെയിൻ. നിങ്ങളുടെ ബ്രെയിനിൽ വരുന്ന കാര്യങ്ങളെല്ലാം ആ പേപ്പറിൽ ഡംപ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ആർഗ്യുമെന്റിൽ നല്ലൊരു പോയിന്റ് ആവാം, ഡയമെൻഷൻ ആവാം, തന്നിരിക്കുന്ന ടോപ്പിക്കിന്റെ മീനിങ് ആവാം, അതിന് പറ്റിയ എക്സാമ്പിൾസ് ആവാം, അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറ്റിയ അനക്ഡോട്ട് ആവാം. എന്ത് വാട്ട് എവർ തിങ്സ് കം ടു യുവർ ബ്രെയിൻ, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓൺ ദി പേപ്പർ, ജസ്റ്റ് ഡംപ് ഇറ്റ് ഓൺ ദി പേപ്പർ. കാരണം നമ്മൾ ഈ എഴുതി വെക്കുന്നത് എല്ലാം നമ്മുടെ ആൻസർ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ ബ്രെയിനിൽ വെച്ചുകൊണ്ട് അത് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ലോങ് പ്രോസസ് ആയതുകൊണ്ട് മറന്നു പോകാൻ സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഡംപ് എവരിത്തിങ് ഓൺ ദി പേപ്പർ. അതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ ചെയ്യേണ്ടത്. ആ ഡംപിങ് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇതാണ് എന്ത്? അക്യുമുലേറ്റ്. സോ വി റോട്ട് വാട്ട് എവർ തിങ്സ് കംസ് ടു അവർ പേപ്പർ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വി നീഡ് ടു അസംബിൾ. പൊതുവെ നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോൾ ആദ്യം എഴുതുന്ന ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ഇൻട്രൊഡക്ഷനെ പറ്റി നിങ്ങൾ ആദ്യമേ ചിന്തിച്ച് വെക്കണ്ട എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇഫ് ഇറ്റ് കംസ് നാച്ചുറലി അത് വന്നോട്ടെ, അല്ലാതെ ഇൻട്രൊഡക്ഷന് വേണ്ടി ആദ്യമേ ഒരുപാട് ചിന്തിച്ച് നിങ്ങൾ സമയം കളയണ്ട. അത് ചിലപ്പോൾ മേ ബി ഈ അസംബിൾ എന്നുള്ള പ്രോസസ്സ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ടാവുക. എന്താണ് അസംബിൾ എന്ന് പറയുമ്പോൾ? കൃത്യമായി വന്നു ചേരുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കൃത്യമായി വന്നു ചേരുന്നത്? നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്, ഡംപ് ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഈ ഡംപ് ചെയ്തു വെച്ച കാര്യങ്ങളെ നമുക്ക് നേരെ ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ചോദ്യം ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ, അതിന്റെ ഡിമാൻഡ് എങ്ങനെയാണോ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് എന്ത്? അസംബിൾ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ ചെയ്യേണ്ടത്. വാട്ട് ഓൾ തിങ്സ് കംസ് ടു അവർ മൈൻഡ്, വി നീഡ് ടു അസംബിൾ ഇറ്റ്. അതായത് ഏതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ വരേണ്ടത്, ഏതൊക്കെയാണ് ആർഗ്യുമെന്റ്സിൽ വരുന്നത്, ഏതൊക്കെയാണ് കൗണ്ടർ ആർഗ്യുമെന്റ്സിൽ വരുന്നത്, ഏതൊക്കെയാണ് ആർഗ്യുമെന്റ് ഡയമെൻഷനായി കൊടുക്കുവാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് അതിന് എക്സാമ്പിൾ ആയി കൊടുക്കാൻ പറ്റുന്നത്. സിമിലർലി കൗണ്ടർ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണ് ഡയമെൻഷൻ കൊടുക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് എക്സാമ്പിൾ ആയി കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നമുക്ക് വന്ന സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ അസംബിളിങ് ഇറ്റ്. ഇത് അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബേസിക്കലി വി വിൽ ബി ഫൈൻഡിങ് ലോട്ട് ഓഫ് ഗ്യാപ്സ്. നമുക്ക് എസ്സേയിൽ കുറെ ഗ്യാപ്സ് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് വി നീഡ് ടു തിങ്ക് ടു ഫിൽ ദോസ് ഗ്യാപ്സ്. നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ, അതായത് നമുക്കറിയാം ഇങ്ങനെയൊക്കെ എഴുതാനുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മുടെ ബ്രെയിനിൽ നിന്ന് വന്ന കാര്യങ്ങളിൽ കുറച്ച് മിസ്സിംഗ് എലമെന്റ്സ് ഉണ്ടാവും. അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ എസ്സേക്ക് എല്ലാ പോയിന്റും നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരില്ലല്ലോ, മിസ് ചെയ്യുന്നുണ്ടാവും. ആ മിസ് ചെയ്യുന്ന കാര്യങ്ങളെ ഫില്ല് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് അതിനെ ഈ അസംബിളിലേക്ക് തന്നെ കയറ്റി നിർത്തുക. സോ യു ഹാവ് ഡൺ ദി അസംബ്ലി മേജർലി ഇൻ ദി ബോഡി പാർട്ട്. ഇതിനുശേഷം തിങ്ക് ഫോർ ആൻ അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ എസ്സേ അനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വഴിയാണ്. സോ യു തിങ്ക് അബൌട്ട് എൻ ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയായിരിക്കും ഓൾറെഡി നിങ്ങളോട് പക്ഷേ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും. ഇൻട്രൊഡക്ഷൻ നമുക്ക് എന്ത് എഴുതാം? ഒരു കോട്ട് എഴുതിക്കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരു അനക്ഡോട്ട് എന്ന് പറയുമ്പോൾ മേ ബി റിയലി ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് വന്നൊരു സ്റ്റോറി ആവാം. അങ്ങനെ എന്താണോ ഉള്ളത് അതിനെ വെച്ച് നമുക്ക് അനൗൺസ് ചെയ്യാം. അതിനുശേഷം അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ബോഡി കിട്ടി. അതിന്റെ ബേസിൽ വി ക്രിയേറ്റ് ദി കൺക്ലൂഷൻ. എന്തായിരിക്കണം നമ്മുടെ എസ്സേയുടെ കൺക്ലൂഷൻ? എങ്ങനെയാണ് നമ്മൾ എസ്സേ അവസാനിപ്പിക്കേണ്ടത്? അതാണ് എന്ത്? ആഫ്റ്റർ വേർഡ്. അപ്പോ ആദ്യം ബ്രെയിനിൽ വന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടു. അതിനുശേഷം അതിന്റെ ബോഡി പാർട്ടിൽ നമ്മൾ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്തു. ആർഗ്യുമെന്റ്സ് എന്തൊക്കെ, കൗണ്ടർ ആർഗ്യുമെന്റ്സ് എന്തൊക്കെ, ഡയമെൻഷൻസ് എന്തൊക്കെ, ഡയമെൻഷൻസ് അല്ലാതെ എന്തൊക്കെ. ദെൻ നമുക്ക് അതിന് ഇൻട്രൊഡക്ഷൻ വന്നു, ദെൻ കൺക്ലൂഷൻ വന്നു, then you advance to write essay. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴും 5 സ്റ്റേജ് ആണെന്ന് പറഞ്ഞപ്പോഴും ബേസിക്കലി ആ എസ്സേയുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നത് നമുക്കൊരു ഐഡിയ വേണ്ടേ? എസ്സേയുടെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏകദേശം സപ്പോസ് യു ആർ റൈറ്റിംഗ് ഫോർ 12 pages ആണ് എഴുതുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുന്നത് ഒരു അനക്ഡോട്ടോ സ്റ്റോറിയോ ആയിക്കോട്ടെ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് പേജിൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻട്രൊഡക്ഷന്റെ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നത് ചിലപ്പോൾ സെക്കൻഡ് പേജിന്റെ ഹാഫിലായിരിക്കും. ചിലപ്പോൾ അത്രയും ഉണ്ടാവും എഴുതാനായിട്ട്.
അതിനുശേഷം നിങ്ങൾ എന്ത് എഴുതും? യു സ്റ്റാർട്ട് ഒരു എസ്സേയുടെ എന്താണ് എസ്സേയിൽ പറയുന്നത് അതിന്റെ ഹുക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ 2 പേജോളം ബേസിക്കലി ഇത്രയും കാര്യങ്ങളിൽ കവറായി. ഇനി നിങ്ങൾക്ക് വരുന്നത് ആർഗ്യുമെന്റ്സ് ആണ്. ആൻഡ് ദിസ് ആർഗ്യുമെന്റ് ഷുഡ് ബി കവറിംഗ് ദി മെജോറിറ്റി ഓഫ് ദി എസ്സേ. എസ്സേയുടെ ഒരു 50 to 60% ഓഫ് ദി ഏരിയ എവിടെയായിരിക്കും? ആർഗ്യുമെന്റിലായിരിക്കും. എസ്സേയുടെ ഒരു 10% എവിടെയായിരിക്കും? ഇൻട്രൊഡക്ഷനിലായിരിക്കും. 50 to 60% ആർഗ്യുമെന്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ around 20 to 30% will be covered in counter argument. Then you go for conclusion, the remaining 10%. അപ്പോ 10% introduction, 10% conclusion അത് പോണം. 50 to 60% എന്താണ്? ആർഗ്യുമെന്റ് ആണ്. 20 to 30% കൗണ്ടർ ആർഗ്യുമെന്റ് ആണ്. ഞാനിത് 50 to 60, 20 to 30 എന്ന് പറയാൻ കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടോപ്പിക്. ചില ടോപ്പിക്കിൽ ചിലപ്പോൾ കുറച്ച് കൗണ്ടർ ആർഗ്യുമെന്റ്സ് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അവിടെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് കൂടുതൽ കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. എന്നിരുന്നാലും എസ്സേയുടെ മേജർ തീം എന്താണോ അതാണ് നമ്മളുടെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അക്യുമുലേറ്റ് ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതും ഈ ബോഡി പാർട്ടിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് 10% കഴിഞ്ഞു, കൺക്ലൂഷൻ സെറ്റ് ആക്കുമ്പോൾ സെക്കൻഡ് 10% കഴിഞ്ഞു. ഇതാണ് നമ്മൾ ബേസിക്കലി ബ്രെയിൻ സ്റ്റോം എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു ഓവർവ്യൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്. ഒരു ഏകദേശം ഐഡിയ കിട്ടിയോ? ഓക്കെ 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 ഫൈൻ. ഓക്കെ, യെസ് യെസ്. അപ്പോ ഇത് ആസ് എ ഫ്രഷർ ടു എസ്സേ, ആദ്യമായിട്ട് എസ്സേ തൊഴുന്ന ആൾക്കാർക്ക് ഞാൻ ഇത് പറയുമ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷെ നിങ്ങളോട് ഇന്നലത്തെ സെഷനിൽ ഓൾറെഡി UPSC ചോദിക്കുന്ന റെക്കറിംഗ് തീംസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ ഇൻഡിവിജ്വലിസം, സെൽഫ് അവയർനെസ് ആൻഡ് ഫിലോസഫി, ഈ ടോപ്പിക്കിനെ പറ്റി റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് ഇതെല്ലാം ഓരോ കൊല്ലം ചോദിച്ച ടോപ്പിക്സ് ആണ്. അതേപോലെ തന്നെ സയൻസ്, നോളജ് ആൻഡ് റാഷണാലിറ്റി റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന തീമാണ്. പവർ, ലീഡർഷിപ്പ് ആൻഡ് ഹ്യൂമൻ ക്യാരക്ടർ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന തീമാണ്. സോ ബേസിക്കലി ഇത്തരത്തിൽ റെക്കറിംഗ് തീംസ് ഉണ്ടെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എസ്സേ എഴുതാൻ പോകുമ്പോൾ ബൈ ദ ടൈം യു ആർ റൈറ്റിംഗ് മെയിൻസ്, നിങ്ങൾ എസ്സേ എഴുതാൻ പോകുമ്പോഴേക്കും അതിന് വേണ്ട റെക്കറിംഗ് തീംസിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പ്രസന്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് എസ്സേ പ്രോഗ്രാമിലും ബേസിക്കലി വിൽ ബി ഗിവിംഗ് യു സം നോട്ട്സ് റിഗാർഡിംഗ് എങ്ങനെയാണ് എന്താണ് വേണ്ടത്. ഒരു നോട്ട്സ് നിങ്ങൾക്ക് കുറച്ച് തരുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കണ്ടന്റ് എന്തായാലും കിട്ടുന്നുണ്ടാവും. നമ്മൾ ഫസ്റ്റ് എസ്സേ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് തരാത്തത് ഈ എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലൈക്ക് നമ്മുടെ GS ആൻസർ പോലെ അല്ലെങ്കിൽ കൃത്യം പോയിന്റ് ആയിട്ട് വരുന്ന ഒന്നല്ല. അതിൽ പല ഡയമെൻഷൻ പല ആൾക്കാർക്ക് ക്രിയേറ്റീവ്ലി വരുന്നതാണ്. അപ്പൊ നമ്മൾ നിങ്ങളെ അടിച്ചേൽപ്പിച്ചിട്ട് ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു നാച്ചുറൽ സംഭവങ്ങൾ ഉണ്ടാവില്ല. സം പീപ്പിൾ വിൽ ബി നാച്ചുറലി റൈറ്റിംഗ് വെരി ഗുഡ് എസ്സേസ്. മേ ബി നിങ്ങളിൽ ഒരുപാട് പേര് അങ്ങനെ എഴുതുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ എസ്സേ എഴുതി കഴിഞ്ഞിട്ട് ആ എസ്സേ കറക്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആ എസ്സേയിൽ മേജർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ലൈക്ക് വേണ്ട രീതിയിൽ സ്ട്രക്ചർ ചെയ്യാൻ മാറ്റി പഠിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റാം. അങ്ങനെ ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്ന് ദാറ്റ്സ് വാട്ട് വി ബിലീവ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് തുടക്കത്തിൽ തരാത്തത്. നിങ്ങൾ എസ്സേ എഴുതി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൾറെഡി റെക്കറിംഗ് തീംസ് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ റെക്കറിംഗ് തീംസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഇൻട്രൊഡക്ഷന് വേണ്ട സ്റ്റോറി, കൺക്ലൂഷന് വേണ്ട സ്റ്റാൻഡ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് കുറെയൊക്കെ നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അക്യുമുലേറ്റ്, അസംബിൾ, അനൗൺസ്, ആഫ്റ്റർവേർഡ്, അഡ്വാൻസ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ട 5 സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ബേസിക്കലി ലെറ്റ്സ് ട്രൈ ബ്രെയിൻ സ്റ്റോമിങ് എ പെർട്ടിക്കുലർ എസ്സേ ടോപ്പിക്. ഒരു എസ്സേ ടോപ്പിക് എടുത്തിട്ട് നമുക്കൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങളുടെ ഒപ്പം നോക്കാം. ഓക്കെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. അതിനുശേഷം ഒരെണ്ണം നമുക്ക് ഒരു എക്സസൈസ് ആയിട്ടും ചെയ്ത് നോക്കാം. ഇത് 2025 ഒരു എസ്സേ ടോപ്പിക് ആണ്. എന്താണ് എസ്സേ ടോപ്പിക്? ബെസ്റ്റ് ലെസൺസ് ആർ ലേൺഡ് ത്രൂ ബിറ്റർ എക്സ്പീരിയൻസസ്. ബെസ്റ്റ് ലെസൺസ് ആർ ലേൺഡ് ത്രൂ ബിറ്റർ എക്സ്പീരിയൻസസ്. വളരെ സിമ്പിൾ ആയ ഒരു കോട്ടാണ്. നമുക്ക് കേൾക്കുമ്പോൾ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കോട്ടാണ് അല്ലെ? എന്താണ് ഇതിനർത്ഥം? ക്യാൻ someone tell me the meaning? Best lessons are learned through bitter experiences. പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്താ അതിന്റെ മീനിങ് അറിയില്ലെന്ന് പറയൂ.
പാത്ത് ഓഫ് സക്സസ് ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അഖിലേഷ് ഗുഡ്. പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കേൾക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന മീനിങ് എന്താണോ? മലയാളത്തിൽ പറഞ്ഞാലും മതി. പറയൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലൊന്നും വന്നില്ല എന്ന് പറയരുത്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. നോളജ് ഗെയിൻ ഫ്രം മിസ്റ്റേക്സ്. ഓക്കെ, തന്നെ പറയുന്ന നോളജ് ഗെയിൻ ഫ്രം മിസ്റ്റേക്സ്. ദെൻ failures to teach more lesson. Failures teach more lessons. Okay. Experiences make you better. Good. പിന്നെ ബാക്കിയുള്ളവരും കൂടി പറട്ടെ. പ്ലസന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് അല്ല ബെസ്റ്റ് ലെസൺസ് ഗീവ് ചെയ്യുന്നത്, ബിറ്റർ ആയിട്ടുള്ളതാണ്. അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ. ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് കൂടുതൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, ആദിത്യ പറഞ്ഞു സെൽഫ് റിഫ്ലക്ഷൻ. ഗുഡ്. കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നാണ് നല്ല പാഠം പഠിക്കുന്നത്. ഓക്കെ, ഫെയിലർ ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. ഗുഡ്. സോ everyone told the meaning in different words. Yes, failures teaches us wisdom. Good. അപ്പോ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അക്യുമുലേറ്റ് ആണ്. അപ്പോ ഇവിടെ ഒന്നാമത് നമ്മൾ എസ് എഴുതാൻ പോകുമ്പോൾ നമുക്ക് വരുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും നമ്മൾ എഴുതുന്ന എസ് ഐ ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഈ ബെസ്റ്റ് ലെസൺസ്, ബിറ്റർ എക്സ്പീരിയൻസ്, ഈ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പിന്നെയും പറയേണ്ടി വരും. കാരണം ലോങ് എസ് എഴുതാണല്ലോ. അവിടെ എല്ലായിടത്തും ബെസ്റ്റ് ലെസൺ, ബിറ്റർ എക്സ്പീരിയൻസ് തന്നെ പറയുകയാണെങ്കിൽ ബേസിക്കലി എന്താവില്ല, അത് ആക്ച്വലി എസ് ഒരു ഭംഗി തരില്ല. കാരണം വി ആർ റിപ്പീറ്റിംഗ് ദി സെയിം വേർഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഇത് വായിക്കുന്ന ആൾക്ക് എന്തായിരിക്കും? ഭയങ്കര ബോറടിക്കും. അപ്പോ ഐ എം ഡിവൈഡിങ് ദി ടോപ്പിക്. എന്താണ്? ബെസ്റ്റ് ലെസൺസ്, ബിറ്റർ എക്സ്പീരിയൻസസ്. So can you just give me some words that comes to your mind when you hear best lessons? എനിക്ക് വേണ്ടത് ഇതിന്റെ എന്താ പറയാ പര്യായമല്ല ഓർ synonyms അല്ല. I just want you to tell what all things, maybe 4 or 5 words that comes to your mind when you hear best lessons. എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരിക? ഞാൻ തന്നെ തുടങ്ങാം. ബെസ്റ്റ് ലെസൺ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒന്നാമത്തെ കാര്യം ഇൻസൈറ്റ്സ് ആണ്. ഇൻസൈറ്റ്സ്. സക്സസ്. ഓക്കെ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ട്രസ്റ്റ്. എന്നാൽ ആ ബെസ്റ്റ് ലെസണുമായി ബന്ധപ്പെട്ടൊന്ന് പറയാൻ പറ്റുമോ? റിവാർഡ്, സെൽഫ് അവയർനെസ്, റിയലൈസേഷൻ. വെരി ഗുഡ്. റിയലൈസേഷൻ. ഈ കോണ്ടക്റ്റുമായി ബന്ധപ്പെടുത്തി ആലോചിക്കണേ. ടേക്ക് അവേസ്, ഗ്രോത്ത്. ഓക്കെ, ഗുഡ്. അപ്പോ വി ഗോട്ട് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് വി ക്യാൻ യൂസ്. അത് മാത്രമല്ല നമ്മുടെ തോട്ടിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ, തോട്ടിനെ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യാൻ, ഇൻഡ്യൂസ് ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഡു ദ സെയിം ഫോർ ബിറ്റർ എക്സ്പീരിയൻസ്. യെസ്, റിഫ്ലക്ഷൻസ്. ഗുഡ്. ബിറ്റർ എക്സ്പീരിയൻസിന് സെയിം തന്നെ ചെയ്ത് പറയാമോ? What all things comes to your mind? Hard truth. Yes. Challenges. Good. Failure. Okay, good. Mental breakdown. Struggles. Setbacks. Pain. അല്ലേ? ഇത് എഴുതുമ്പോൾ ബേസിക്കലി എന്ത് ചെയ്യും? ഇത് നമ്മളെ കുറച്ച് ഹെൽപ്പ് ചെയ്യും. യെസ്, ഡിസ്ക്രിമിനേഷൻ, ഫിയർ, പെയിൻ, എവറിത്തിങ് വിൽ കം. അപ്പൊ ഇങ്ങനെ കുറച്ച് വേർഡ്സ് നമ്മുടെ മനസ്സിലേക്ക് വന്നു. ആ വേർഡ്സ് ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ദാറ്റ് യു ക്യാൻ യൂസ് ഡ്യൂറിംഗ് ദി എസ്സേ ആൻഡ് ഓൾസോ ദാറ്റ് ഹെൽപ്സ് യു ടു like generate some points. When I heard this topic, best lessons are learned through bitter experience, എന്റെ മനസ്സിലേക്ക് ഒരു കോട്ടും കടന്നു വന്നു. അത് ഞാൻ എഴുതി വെച്ചു. എന്താ കോട്ട് എന്ന് അറിയോ? സ്മൂത്ത് സീസ് ഡു നോട്ട് മേക്ക് സ്കിൽഫുൾ സെയിലേഴ്സ്. ഇതും എന്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ ആ കോട്ട് സൈഡിൽ എഴുതി വെച്ചു. മേ ബി ചിലപ്പോൾ എസ് ഉപയോഗിക്കുമായിരിക്കും, ഉപയോഗിക്കില്ലായിരിക്കും. അത് ഞാൻ സൈഡിൽ എഴുതി വെച്ചു. Then let us think how bitter experiences teaches us best lesson. How bitter experiences teaches us best lessons. How അല്ലെങ്കിൽ why? എങ്ങനെയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ?
എങ്ങനെയാ മോട്ടിവേഷൻ ആവുന്നത്? അതിനൊരു ക്ലാരിറ്റി കുറവുണ്ട്. ലുക്ക് ഫോർ റീസൺസ് ഓഫ് ഫെയിലർ. ഗുഡ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇത് എക്സ്പോസസ് വീക്ക്നെസ്. ഇറ്റ് എക്സ്പോസസ് വീക്ക്നെസ്. കം ഔട്ട് ഓഫ് കംഫർട്ട് സോൺ. ഓക്കെ, then or we can say adaptation കാരണമാവും. പിന്നെ ഇറ്റ് ക്രിയേറ്റ് റെസിലൻസ്. ഒരു പ്രാവശ്യം തോറ്റു, പിന്നെ തോറ്റാൻ പറ്റില്ല, പിന്നെ തോറ്റേ നമുക്ക് പേടി ഉണ്ടാവില്ല. We may not forget the lesson learned that been through hard way. Yes. So we can say it triggers reflection. Yes. It provides wisdom. Good. 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 അപ്പോ ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആർഗ്യുമെന്റ്സും കൗണ്ടർ ആർഗ്യുമെന്റ്സും കൊണ്ടുവരാന്നുള്ളതാണ്. ആർഗ്യുമെന്റ്സിൽ നമുക്ക് ഈ പറഞ്ഞ പല പോയിന്റ്സും മെൻഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണത് ഇത് എന്നുള്ളത്. ഇതിന് എക്സാമ്പിൾസും നമുക്ക് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്ക് ആ 1-2 ക്വസ്റ്റ്യൻ ബ്രെയിൻ സ്റ്റോം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും അത് എങ്ങനെ വരാന്നുള്ളത്. സോ നമുക്ക് അതിലേക്ക് കൊണ്ടുവരണം. ഇനി വി നീഡ് ടു തിങ്ക് ലൈക്ക് നോർമലി എസ് എഴുതുമ്പോൾ ഒരുപാട് പേര് പറയുന്നത് പെസ്റ്റൽ അപ്രോച്ച് എന്ന് പറയുന്ന അപ്രോച്ച് ഉണ്ട് പണ്ട് തൊട്ടേ. പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സോഷ്യൽ. ഇപ്പോഴും എസ് എ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60% ഓഫ് ദി എസ്സേസും പെസ്റ്റൽ അപ്രോച്ചിൽ പലരും ചെയ്യുന്നുണ്ടാവും. ബട്ട് ആ പെസ്റ്റൽ അപ്രോച്ച് ഒക്കെ ബേസിക്കലി കുറച്ചൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഈ രീതിയിൽ ഹൗ ഇറ്റ് ജനറേറ്റ്സ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ക്യാൻ യു കോട്ട് സംതിങ് വിത്ത് യുവർ GS സിലബസ്? അതായത് GS 1 നമ്മൾ നോക്കുകയാണ്, ജോഗ്രഫി, എക്കണോമിക്, ജോഗ്രഫി ഉണ്ട്, സോഷ്യൽ ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഓർക്കാൻ പറ്റുമോ എന്ന് ഓർത്ത് നോക്കിയാൽ, ഹിസ്റ്ററിയിൽ ക്യാൻ വി കോട്ട് സംതിങ് റിഗാർഡിംഗ് ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ഫ്രം ബിറ്റർ എക്സ്പീരിയൻസ്? എന്തെങ്കിലും നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചാണക്യ റേസ്, മൗര്യൻ ഇൻസിഡന്റ്, ചൗരി ചൗര ഇൻസിഡന്റ്, റീഫോംസ്. ഓക്കെ, റീഫോംസ് ആക്ച്വലി ഞാൻ ആലോചിച്ചു ഹിസ്റ്ററിയിൽ നമുക്ക് എഴുതാം, പക്ഷെ അത് സൊസൈറ്റിയിൽ എഴുതാമെന്നുണ്ട്, അവിടെ എഴുതാം. ചെർണോബിൽ ഡിസാസ്റ്റർ, യെസ്, ഗുഡ് എക്സാമ്പിൾസ്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്ത്യ ലൈക്ക് നമ്മളുടെ റിപ്പീറ്റഡ് ഫെയിലിയർ. തുഗ്ലക് ഷിഫ്റ്റിംഗ് ഓഫ് ക്യാപിറ്റൽ, തുഗ്ലക്കിനെ ശരിക്കും ബിറ്റർ എക്സ്പീരിയൻസ് കൊടുത്തോ? ഇല്ല, അത് നമുക്ക് തിരിച്ചെഴുതാം. തുഗ്ലക്കിന് നമുക്ക് ആവശ്യമുണ്ട്, തുഗ്ലക്കിനെ അവിടെ സൈഡിൽ എഴുതി വെക്കുന്നുണ്ട്. അപ്പൊ തുഗ്ലക് നമ്മുടെ മനസ്സിലേക്ക് വന്നു ഉടനോട്ടെ, തുഗ്ലക്കിന്റെ വേറെ ആവശ്യം ഞാൻ പറയാം. ജപ്പാൻ പീസ് ഇമ്പോർട്ടൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഗുഡ്. സോ ഹിസ്റ്ററിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടോ? നമ്മുടെ 1857 റിവോൾട്ട്, നമ്മുടെ 1920 നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, 1930 സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, ഇതെല്ലാം തോറ്റെങ്കിലും ഇതിൽ നിന്നുള്ള ലെസൺസ് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇൻഡിപെൻഡൻസിലേക്ക് നടന്നു നീങ്ങിയത്. ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ഹോളിസ്റ്റിക്കലി എഴുതി കൂടെ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എഴുതാവുന്ന ഒരു കാര്യം, 1857 ഏറ്റവും വലിയ ഫെയിലർ ആയിരുന്നു നമുക്ക് എന്ത്? ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഇല്ല എന്ന് പറയുന്നത്, അല്ലെ? ഒരു ഐഡിയോളജി ഇല്ല, ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ഇല്ല. അതിന്റെ റിസൾട്ടായിട്ട് നമ്മൾ 1885 ആകുമ്പോഴേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നില്ലേ? ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി നമുക്ക് ഇതോടെ എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാം. യെസ്, ഗുഡ്. ഇനി സോഷ്യലി എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സോഷ്യലി എന്തെങ്കിലും ഓർത്ത് എഴുതാൻ പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോഷ്യലി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് സോഷ്യലി ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? പറയൂ. കാസ്റ്റ്. ഓക്കെ, ഗുഡ് ഗുഡ്. എങ്ങനെ? പിന്നെ കാസ്റ്റ് അല്ലാതെ വേറെ ഒന്നുമില്ല. നമുക്ക് നേരത്തെ പറഞ്ഞ സോഷ്യൽ റീഫോംസ് തന്നെ പറയാം. യെസ്, സോഷ്യൽ റീഫോംസ് തന്നെ പറയാം. ഗുഡ്. സോഷ്യൽ റീഫോംസിൽ എന്തൊക്കെ പറയാം? ഇവിടെ ഉണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റം, അതിനുള്ള ബാഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് ആൾക്കാർ ഇറങ്ങിത്തിരിഞ്ഞ് എന്താക്കിയത്? റീഫോംസ് കൊണ്ടുവന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? വിമന്റെ മൂവ്മെന്റ്സ്, യു ക്യാൻ കോട്ട് സം മൂവ്മെന്റ്സ്. സതി അബോളിഷൻ, യെസ്, ഗുഡ്. അപ്പോൾ നമ്മൾ സോഷ്യലി, ഹിസ്റ്റോറിക്കലി നമുക്ക് കിട്ടി. ഇനി ജോഗ്രഫിക്കലി അതിന് വലിയ പോസിബിലിറ്റി ഇല്ല. ഇഫ് യു ഗോ ടു GS 2, പൊളിറ്റിക്സിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പൊളിറ്റിക്കലി എന്തെങ്കിലും പറയാൻ പറ്റുമോ? എനിത്തിങ്. ഇത് പൊളിറ്റിക്കലി എന്ന് പറഞ്ഞാൽ എഴുതാന്നല്ല ഞാൻ പറയാം, നമ്മൾ പോയിന്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓരോ ഒരു ഗൈഡ് ലൈൻ തരുന്നതാണ്. പൊളിറ്റിക്കലി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. എമർജൻസി, വെരി ഗുഡ് എക്സാമ്പിൾ, വെരി ഗുഡ്. നമുക്ക് 1975 to 77 എമർജൻസിയുടെ ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ഫോം ചെയ്തത്?
വി ബ്രോട്ട് ദി 44th Amendment ആക്ട് അല്ലേ? പറയാം. പാർട്ടീഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ട് പറയേണ്ടി വരും. അപ്പൊ ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. മണ്ഡൽ കമ്മീഷൻ, ഓക്കെ. വേൾഡ് വാർ ടു IR നമുക്ക് പറയാം അല്ലെ? വേൾഡ് വാർ ടു IR പറയാം. ഓക്കെ, എന്നാൽ ഇവിടെ കിടന്നോട്ടെ, പെട്ടെന്ന് ഓർമ്മ വന്നു, അപ്പൊ ഞാൻ സൈഡിൽ എഴുതി വെച്ചു. പൊളിറ്റിക്കലി ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഗവേണൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഗവേണൻസ് ഓർ അഡ്മിനിസ്ട്രേഷൻ? RTI, യെസ്. കറപ്ഷൻ, ഇൻക്രീസ് റേറ്റ് ഓഫ് കറപ്ഷൻ കുറയ്ക്കാൻ നമ്മൾ എന്ത് കൊണ്ടുവന്നു? ഈ ഗവേണൻസ് കൊണ്ടുവന്നു. ഗുഡ്, വെരി ഗുഡ്. ARC റിഫോംസ്, ഗുഡ്. Internationally we can talk about the formation of UN അല്ലെ? Formation of UN prevented World War III അല്ലെങ്കിൽ avoided more than 2 world wars. Good. ഇന്റർനാഷണലി നമുക്കത് പറയാം. ഓക്കെ, നമുക്കൊരു ഓർഡറിൽ പോവാം. നമ്മൾ GS2 നിൽക്കുന്നത്. ഇനി GS3 പോവാണെന്ന് വെക്കുക. എക്കണോമിക്കലി എന്തെങ്കിലും പറയാൻ പറ്റുമോ? എക്കണോമിക്കലി എന്തെങ്കിലും നമുക്ക് ലെസൺസ് ഉണ്ടോ? എക്കണോമിയുടെ ബേസിൽ വെരി ഗുഡ്. LPG റിഫോംസ് 1991 നമ്മൾ ഫേസ് ചെയ്ത ക്രൈസിസ്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്, അതിനെ നമ്മൾ സോൾവ് ചെയ്തു എങ്ങനെ? LPG റിഫോംസ് കൊണ്ടുവന്നിട്ട്. വെരി ഗുഡ്. ഗ്രേറ്റ് ഡിപ്രഷൻ പറയാം. Then someone of you already told regarding environment അല്ലെ? 1984 we had the 85 we had the Bhopal gas tragedy. അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് എന്ത് വന്നു? അതിന്റെ റിസൾട്ട് ആയിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദി ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി വി ഹാഡ് ദി വാട്ട് വി സേ എന്തായിരുന്നു? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. ഗുഡ്. Then yes, 2004 tsunami led to the formation of NDMA, National Disaster Management Act of 2005 കൊണ്ടുവന്നു. ഗുഡ്. പ്ലാനിംഗ് കമ്മീഷൻ ഒരുപാട് പോയിന്റ്സ് എന്ത് പോയിരുന്നുണ്ട് കണ്ടോ? അത് ബേസിക്കലി നിങ്ങൾ ഒറ്റയടിക്ക് ആലോചിച്ച് നിങ്ങൾക്ക് കിട്ടില്ല. നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോ ഇറ്റ്സ് മച്ച് ഈസിയർ ടു തിങ്ക്, ഇറ്റ്സ് മച്ച് ഈസിയർ ടു ജനറേറ്റ് പോയിന്റ്സ്. കാരണം നമ്മൾ പഠിച്ച കണ്ടന്റിൽ നിന്ന് വലിക്കാനാണ് നമ്മൾ നോക്കുന്നത്. പുതിയൊരു കാര്യത്തിന് എസ് എടുക്കാൻ നോക്കുമ്പോഴാണ് ഡിഫിക്കൽട്ട്. സോ നമ്മുടെ പണി എന്താ? മിനിമം വർക്ക് മാക്സിമം ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ എടുത്തിട്ട് കുറെ വർക്ക്, അതിൽ നിന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഇടാന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അഗെയിൻ ഇത് പെസ്റ്റൽ അപ്രോച്ച് തന്നെയല്ലേ? ഇത് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്ങിന് വേണ്ടിയിട്ട്, ഈസിലി തോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ, അതാണ് പെസ്റ്റൽ അപ്രോച്ച് സിമിലർ ആണ്. പക്ഷെ എഴുതുമ്പോൾ ഇങ്ങനെയല്ല ഇത് വരിക. ഇത് നമുക്ക് എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. പണ്ട് എഴുതുമ്പോൾ പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സോഷ്യലി, ടെക്നോളജിക്കലി എന്ന് പറഞ്ഞ് എഴുതാറുണ്ട്. ആ എഴുത്തിന് മാറ്റം വരുത്തണം. ദിസ് വാട്ട് വി ആർ ഡൂയിങ് ഇസ് ബ്രെയിൻ സ്റ്റോമിങ്. വി ആർ നോട്ട് റൈറ്റിംഗ് ദി എസ്സേ നൗ. മനസ്സിലായോ യുനസ്? Okay. Any anything related to GS4 that you can write? Any personality? Any idea? Personal experience, or we can say bitter experience generates, yes, emotional quotient കൂട്ടും. Maybe it increases our emotional quotient അല്ലാതെ പിന്നെന്താ? empathy. Yes. So now we have a cluster of points. അപ്പൊ ആർഗ്യുമെന്റ്സിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് how bitter experience are best lessons എന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. You have many examples which you can bring. ഇനി കൗണ്ടർ ആർഗ്യുമെന്റ്സ് വേണം.
what are the counter arguments that we can generate? എങ്ങനെ ഇതിനെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് എഴുതാൻ പറ്റും? Can you think and tell me എന്തൊക്കെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് പോസിബിലിറ്റീസ് ഉണ്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. Yes. First of all, not only bitter experience gives us the best lessons, അല്ലെ? Not only bitter experience മാത്രമല്ല നമുക്ക് ബെസ്റ്റ് ലെസൺ നൽകാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ രവീന്ദ്രനാഥ് ടാഗോർ, he got the best lesson from art and nature, അല്ലെ? ആർട്ട് ആൻഡ് നേച്ചറിൽ നമുക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് വരും. പോസിറ്റീവ് കാര്യങ്ങൾ, നമുക്ക് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് നമുക്ക് എന്ത് ചെയ്യും? It gives us best lessons rather than negative punishments. Then wisdom can generate through knowledge, അല്ലെ? നോളജ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. Then സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ബിറ്റർ എക്സ്പീരിയൻസ് നമുക്ക് വന്നാൽ മാത്രം നമുക്ക് പഠിക്കാൻ പറ്റുക അല്ല, വേറെ ആൾക്കാർക്ക് വന്നാലും നമുക്ക് അതിന്റെ കോൺസിക്വൻസ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. വേറെ രാജ്യത്തോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കോ അത് വരുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള കാര്യങ്ങൾ ലെസൺസ് പഠിക്കാൻ പറ്റും. Then ഒരു കാര്യം കൂടി പറയാം, ബിറ്റർ എക്സ്പീരിയൻസസ് ആർ ഓൾസോ ഓർ ഓൾവേസ് നോട്ട് ബെസ്റ്റ് ലെസൺസ്. അതുകൊണ്ടല്ലോ, ബിറ്റർ എക്സ്പീരിയൻസ് എപ്പോഴും നല്ല ലെസൺസ് ആയിരിക്കണം കൊള്ളണമെന്നില്ല, ട്രോമയാവാം. So we got 4 to 5 dimensions here as counter argument. This would be enough. ഇതിന് എക്സാമ്പിൾസ് കൊണ്ടുവന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് I got another idea, another dimension which can I add. What happens or why should you learn from bitter experience? ഇത് എസ്സേയിൽ എവിടെ എഴുതുന്നത് നമ്മളിപ്പോൾ തീരുമാനിച്ചല്ലേ? Why should you learn from bitter experience? Bitter experience acts as a, എന്താ പറയാൻ പറ്റുക? As an indicator or a warning sign. അതിന്ന് പഠിച്ചിൽ എന്ത് ചെയ്യും? റിപ്പീറ്റേഷൻ ഓഫ് മിസ്റ്റേക്സ് വരും. അപ്പോൾ റിപ്പീറ്റേഷൻ ഓഫ് മിസ്റ്റേക്സിന് സാധ്യതയുണ്ട്. അപ്പൊ റിപ്പീറ്റേഷൻ ഓഫ് മിസ്റ്റേക്സ് ഞാൻ ആലോചിച്ചപ്പോ എന്റെ മനസ്സ് റമ്പെന്ന് അങ്ങനെ പറയില്ലേ, എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു തുക്ലക്. നേരത്തെ നമ്മൾ എഴുതി വെച്ച തുക്ലക് വന്നു. കാരണം എന്താ? തുക്ലക് ചെയ്തു വെച്ചത് 5 ഗ്രാൻഡ് റീഫോംസിൽ 5 മണ്ടത്തരായി പോയി. മനസ്സിലാവുന്നുണ്ടോ? സോ ദിസ് is how we brainstorm. What all things we come to our mind, we just dump it on. ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഐഡിയ എടുത്ത് ചെയ്യുമ്പോൾ ഇറ്റ്സ് ടേക്കിംഗ് ടൈം. നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇത് അത്ര സമയം എടുക്കില്ല. ഇനി we need to conclude. എങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നത്? How can we conclude this one? What do you think? എങ്ങനെ ഒരു കൺക്ലൂഷൻ എഴുതാം? ബാലൻസ് സ്റ്റാൻഡ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും കൺക്ലൂഷൻ കിട്ടുന്നുണ്ടോ? എനിവൺ? ഓക്കെ, ബാലൻസ് സ്റ്റാൻഡ് നമുക്ക് എന്തെടുക്കാം? എന്താണ് ഇമ്പോർട്ടൻസ്? ലേണിംഗ് ലെസൺസ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻസ്. ഇറ്റ് മേ ബി ഫ്രം യുവർ എക്സ്പീരിയൻസ് ഓർ അതർ എക്സ്പീരിയൻസ് ഓർ ബിറ്റർ എക്സ്പീരിയൻസ് അല്ലാതെ തന്നെ വി ക്യാൻ ലേൺ ലെസൺസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ബാലൻസ് സ്റ്റാൻഡ് എടുക്കാം. യെസ്, അതിനൊരു ബാലൻസ് സ്റ്റാൻഡ് പറയണം. അപ്പോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് അസംബിൾ ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം അക്യുമുലേറ്റ് ചെയ്തു, ഇനി അസംബിൾ ചെയ്യണം. ഇനി അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? ആർഗ്യുമെന്റ്സ് ഉണ്ട്, കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ ആർഗ്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ് സംഭവം? ബിറ്റർ ലെസൺസ് അല്ല, ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്? ബെസ്റ്റ് ലെസൺസ് ആർ ഫ്രം ബിറ്റർ എക്സ്പീരിയൻസ്. സോറി, ബെസ്റ്റ് ലെസൺസ് ആർ ഫ്രം ബിറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യമാണ് പറയേണ്ടത്. സോ വി ഹാവ് വൈ ബെസ്റ്റ് ലെസൺസ് ആർ
ഫ്രം ബിറ്റർ എക്സ്പീരിയൻസ്? ഒരു 5 ഡയമെൻഷൻ ഉണ്ട്. യു ക്യാൻ കോട്ട് ഓൾ ദീസ് എക്സാമ്പിൾസ്. ഒരു 5 ഡയമെൻഷൻ, ഓരോ ഡയമെൻഷനുള്ളിൽ യു ഗീവ് സ്മോൾ മൾട്ടിപ്പിൾ ഡയമെൻഷൻ ദാറ്റ് യു സ്റ്റഡീഡ് ആൻഡ് ബ്രിങ് ഇറ്റ് ഓൺ. കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ട്, അതും നമുക്ക് കൊടുക്കാം. അപ്പൊ കൗണ്ടർ ആർഗ്യുമെന്റ്സ് കൊടുക്കുക. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആർഗ്യുമെന്റ്സ് കൊടുത്ത് കൗണ്ടർ ആർഗ്യുമെന്റ്സിനിടയിൽ നമുക്ക് എന്ത് കൊടുക്കാം? ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് ലെസൺസ് പഠിച്ചില്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് പറയാം, എന്നിട്ട് കൗണ്ടർ ആർഗ്യുമെന്റ്സ് കൊടുക്കാം. തുക്ലക്കിന് എക്സാമ്പിൾ പറഞ്ഞ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് കൗണ്ടർ ആർഗ്യുമെന്റ്സ് കൊടുക്കാം. അപ്പോ ഇത് അസംബിൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു എസ്സേ എഴുതുമ്പോൾ ആ എസ്സേ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു പാരഗ്രാഫ് ഇങ്ങനെ ചവറായതി പോലെ ചെയ്തത്. ഒരു പേജിൽ മിനിമം 2 അല്ലെങ്കിൽ 3 പാരഗ്രാഫായിട്ട് ബ്രേക്ക് ചെയ്യണം. 2 പാരഗ്രാഫായിട്ട് മിനിമം ബ്രേക്ക് ചെയ്തിരിക്കണം, അല്ലാതെ വായിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ കൊടുക്കുന്ന ഒരു ഡയമെൻഷൻ, ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അക്യുമുലേറ്റിംഗ് അറൌണ്ട് 1 പാരഗ്രാഫ് വിച്ച് ഈസ് അറൌണ്ട് 1/3 ഓഫ് ദി പേജ് എന്ന ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. ഇതിനുള്ളിലേക്ക് നമുക്ക് ഇനി കണക്ഷൻ കൊണ്ടുവരുന്ന മറ്റു കാര്യങ്ങളൊക്കെ സെക്കൻഡറി. ഇത് ആ പേപ്പർ ഫില്ല് ചെയ്യാനുള്ള ഒരു ബേസിക് ഐഡിയ ആണ് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, now you got a clear cut idea regarding what this topic is, what is this relevant to, എന്താണ് ഇതിന്റെ സംഭവം. ഇനി we need to give an introduction, അല്ലേ? ഒരു ഇൻട്രൊഡക്ഷൻ ഇതിന് കൊടുക്കണം. സോ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ക്യാൻ ടേക്ക് എ കോട്ട്. നിങ്ങൾ അത്യാവശ്യം വായിക്കുന്ന ആളൊക്കെ യു ക്യാൻ കോട്ട് എ പോയം, യു ക്യാൻ ഗീവ് ആൻ അനക്ഡോട്ട്, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയോ ഓർ മേ ബി സം സ്റ്റോറി ഓഫ് യുവർ ക്രിയേറ്റിവിറ്റി. ഇവിടെ ഈ ഇൻട്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ എസ്സേയിലേക്ക് ആദ്യമായി ആ ഇവാലുവേറ്റർ വായിക്കുന്ന കടക്കുന്ന പാത്താണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിലൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റണം, അത് ബേസിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതുമായിരിക്കണം. കാരണം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വീക്കായ പിന്നെ എസ്സേ വായിക്കാനുള്ള മൂഡ് ആൾക്ക് കുറവായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആളെ എസ്സേ നല്ല മൂഡിൽ വായിക്കാന്നുള്ള നമ്മുടെ ആവശ്യമാണ്, എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ ക്യാൻ യു ഗിവ് മീ ആൻ അനക്ഡോട്ട് ടു introduce in this story which says or which substantiate our argument that best lessons are learned from bitter experience? പറയാൻ പറ്റുമോ എന്തെങ്കിലും സ്റ്റോറി ആർക്കെങ്കിലും ഓർമ്മ വരുന്നത് പെട്ടെന്ന്? Real life story or any real life event that you can connect with? കേരള ഫ്ലഡ് നമ്മൾ അതെങ്ങനെയാ നമ്മൾ സ്റ്റോറി ആയിട്ട് പറയാം? എന്ത് ബെസ്റ്റ് ലെസൺ ആണ് നമ്മൾ അതിൽ പഠിച്ചത്? 2018 ഫ്ലഡ് ഉണ്ടായി, 19 ഉണ്ടായി, ഈ കൊല്ലം ഫ്ലഡ് ഉണ്ടായി. അപ്പൊ അത് ആക്ച്വലി പറഞ്ഞ് ഫലിപ്പിക്കാൻ ഇച്ചിരി പാടായിരിക്കും. ഗാന്ധി ത്രൗൺ ഔട്ട് ഓഫ് ട്രെയിൻ ഇൻ സൗത്ത് ആഫ്രിക്ക ഇസ് എ വെരി ഗുഡ് എക്സാമ്പിൾ. ബട്ട് ദി ഇഷ്യൂ ഇസ് 100 പേര് എസ് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ 40 പേരുടെയും ഗാന്ധി ആയിരിക്കും. ഗാന്ധിയും ബുദ്ധനും തപ്പിയിട്ട് എസ് എ പേപ്പറിൽ നടക്കാൻ വയ്യ. അപ്പൊ നമ്മൾ എഴുതുന്ന കുറച്ചുകൂടി മാറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് ശ്രീ ട്രൂത്ത്. ഗാന്ധി, ബുദ്ധൻ, എഡിസൺ, ഇവര് 3 പേരുടെ ഹീറോസ്. ബാക്കി പറയാം. വിക്ടർ ഫ്രാങ്കിൾ, ഹോളോകാസ്റ്റ് ക്യാമ്പ്, മാൻ സെർച്ച് ഫോർ മീനിങ്, വൈ ടു ലിവ്. ഓക്കെ, COVID-19 പാൻഡമിക്, അത് എങ്ങനെ നമ്മൾ സ്റ്റോറി ആയിട്ട് പറയും? ലൈക്ക് അതിൽ നമ്മൾ എന്ത് ലെസൺ പഠിച്ചിട്ടാണ് നമ്മളത് സെറ്റാക്കി എടുത്തത്? പാത്വേ ഓഫ് ISRO, ദാറ്റ് ഈസ് എ ഗുഡ് വൺ. ഓർ എന്റെ മനസ്സിൽ തോന്നിയത് വാസ് ദി യെസ് എക്സാക്ട്ലി മുമ്പ് പറഞ്ഞത് ഫെയിലർ ഓഫ് ചന്ദ്രയാൻ 2. ഫെയിലർ മീൻസ് ആ ലാൻഡർ റോവർ അതിന്റെ ഇമ്പാക്ട്, സോഫ്റ്റ് ലാൻഡിങ് ഫെയിലർ ആയിരുന്നല്ലോ. അതിനുശേഷം success of Chandrayaan 3. So we learned from the bitter experience, we got it into success later. പറയാം, ഇത് ഒരു സ്റ്റോറി ആക്കി പറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ World War II, formation of UN, no World War III, അതും വേണമെങ്കിൽ പറയാം.
Panchali's Vastrakshepa leads to the war. Lesson, timely intervention is need instead of silence. ആദർശ അത് അങ്ങനെയല്ല. അപ്പൊ ബേസിക്കലി അതിന്നൊരു ബെസ്റ്റ് ലെസൺ പഠിച്ചു എന്നുള്ളത് കാണിക്കണ്ടേ? നമ്മൾ അതിനൊരു ലെസൺ ഉണ്ടെന്നല്ല, ഒരു ബെസ്റ്റ് ലെസൺ പഠിച്ചു എന്നുള്ളത് കാണിക്കണമല്ലോ. APJ അബ്ദുൽ കലാമിന്റെ ലൈഫ് സ്റ്റോറിയിൽ എന്താ നമുക്ക് ബെസ്റ്റ് ലെസൺ, അതായത് അദ്ദേഹം പഠിച്ച ഒരു ബെസ്റ്റ് ലെസൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എന്താ കാണിക്കാൻ പറ്റുക? ഒരു ഫെയിലറിൽ നിന്ന്, ഒരു സെറ്റ് ബാക്കിൽ നിന്ന്, ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച് അതിനെ ഓവർകം ചെയ്ത് ബെറ്റർ ആയി വന്നു എന്നുള്ളത് എന്താ പറയാൻ പറ്റുക? ഓക്കെ, Chandrayaan 2, Chandrayaan 3 makes sense. Reunification of Germany, അതും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെങ്കിൽ that would be good. Okay, fine. So you got an introduction. ആദ്യത്തെ വിക്ഷേപണ ഉപഗ്രഹം ഫെയിലർ ആയിരുന്നല്ലോ. യെസ് പറയാം. ക്രയോജനിക് എഞ്ചിൻ ടെക് വാസ് ഡിനൈഡ് ടു ഇന്ത്യ. ഗുഡ്. അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തു വന്നു, ഇന്ത്യ ഡെവലപ്പ് ചെയ്തു. വെരി ഗുഡ്. ദാറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ. പക്ഷെ ഇതൊരു സ്റ്റോറി പോലെ പറയാന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആക്ച്വലി 12 പേജില് നമ്മുടെ ഒരു 1.5 പേജ് ഇത് പോയി. Then around the half of the page we will be explaining what the quote is. Like ആ കോട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിന്നുള്ള what are the different dimensions where we are going to bring എന്നൊരു ഐഡിയ നമ്മൾ കൊടുക്കും. സോറി, ഓക്കെ, ഐഡിയ നമ്മൾ കൊടുക്കും. അപ്പൊ നമ്മൾ ആക്ച്വലി 2 പേജസ് കഴിഞ്ഞു. Then we give the arguments, അല്ലെ, ഒരു 4-5 ആർഗ്യുമെന്റ്സ്. അതിന് 2-3 ലെവലിൽ നമ്മൾ കൊടുക്കുമ്പോൾ ആർഗ്യുമെന്റ്സ് ആയി, കൗണ്ടർ ആർഗ്യുമെന്റ്സ് ആയി. Then you go for the conclusion. ഓക്കെ, ഇപ്പൊ എന്ത് തോന്നുന്നു? എസ്സേ എഴുതാൻ പറ്റുമോ? വാട്ട് ഡു യു തിങ്ക്? ബ്രിക്കൻഹെഡ് ചാലഞ്ച് ലീഡ്സ് ടു നെഹ്റു റിപ്പോർട്ട്. എല്ലാവരും ഹിസ്റ്ററി പഠിച്ചതൊക്കെ ഇട്ട് അറിയുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾസോ ദാറ്റ് ക്യാൻ ബി ഡൺ. അത് എഴുതാൻ പറ്റുന്ന എസ്സേ എഴുതാൻ പറ്റുന്ന ഇപ്പൊ തോന്നുന്നുണ്ടോ? ആ ഒരു മുമ്പ് എഴുതി നോക്കാതെ ഒരു ടെൻഷൻ ഇപ്പൊ കുറച്ച് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? വെൻ യു ബ്രേക്ക് ഡൗൺ ആൻഡ് തിങ്ക്. Okay, good. So, yes. So, basically, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? You read and understand the given quote well. Then ആ കോട്ടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ടേംസ് എന്തെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ ഒന്ന് എഴുതി വെക്കാം. Then what are like അതിന്റെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി എഴുതി വെക്കാം. Then നമ്മുടെ GS ലെവലിൽ ഒന്ന് ആലോചിച്ചിട്ട് കുറച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ജനറേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ആ അറേഞ്ച്മെന്റും എഴുത്തും എന്ന് പറയുന്നത് കുറച്ച് എന്താണ്, അത് നിങ്ങളുടെ ഒരു ഓരോരുത്തരുടെ പേഴ്സണൽ ഇതിലാണ് വരിക. അത് വൺസ് യു റൈറ്റ് ദി എസ്സേ, എന്നിട്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇത് നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല, തുടങ്ങി വെക്കൊരു ഐഡിയയും കിട്ടുന്നില്ല, നമ്മൾ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഹൗ വി ഷുഡ് ബി സ്റ്റാർട്ടിംഗ് ടു തിങ്ക്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ചെയ്ത ബ്രേക്ക് ഡൗൺ പ്രോസസ് സാർ ഓൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ശ്രീഹരി ഓൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചേ? ഇൻട്രൊഡക്ഷൻ ആണോ? യെസ്, കോഴ്സ് സ്റ്റോറി നമുക്ക് ധൈര്യമായിട്ട് ഓൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ലൈക്ക് ഐ തിങ്ക് ഇൻ 2020 മെയിൻസ്, യെസ് 2020 മെയിൻസ് ബേസിക്കലി there was a essay, I think it was related to patriarchy. അങ്ങനെ that was the essay I chose. ഓക്കെ, ഞാൻ സ്വന്തമായിട്ടൊരു കഥ ഉണ്ടാക്കി എഴുതാ ചെയ്തത്. അത് നമുക്ക് എഴുതാൻ പറ്റും, യു ക്യാൻ റൈറ്റ്. പക്ഷേ ആ എഴുതുന്ന കഥ എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ, ഇറ്റ് ഷുഡ് ബി വെരി ക്ലോസ് ടു ദി ഈ എസ്സേ ടോപ്പിക്കുമായിട്ട് അത്ര റെലവെന്റ് ആയി നിൽക്കുന്നതായിരിക്കണം. ചുമ്മാ ഒരു കഥ എഴുതി വെച്ചിട്ട് കഥ എഴുതി ഇങ്ങനെ നീണ്ടു പോകരുത്. ദ തിങ് ഈസ്, കഥ നമ്മൾ സ്വയം എഴുതുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് യു എൻഡ് അപ്പ് ടേക്കിംഗ് ലോട്ട് ഓഫ് സ്പേസ്. അതാണ് ഒരു പ്രശ്നം. അതില്ലാതെ നിങ്ങൾക്ക് കൺഫൈൻഡ് ആയിട്ട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്റ്റോറി മെനയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഫൈൻ. അങ്ങനെ എഴുതുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് കൂടി ഞാൻ പറയാം. വെൻ യു ആർ റൈറ്റിംഗ് യുവർ ഓൺ ലൈക്ക് യുവർ ഓൺ ക്രിയേറ്റീവ് സ്റ്റോറി, യു ക്യാൻ ഓൾസോ കൺക്ലൂഡ് വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് കൺക്ലൂഷനിലും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. അതായത് ഓക്കെ, ഞാൻ ഈ പറഞ്ഞ പെട്രിയാർക്കിന്റെ കേസിൽ when I wrote the essay, initially I made a story regarding a girl who struggled due to this patriarchy, how her life was stuck due to this patriarchal things for the story and introduction.
ആൻഡ് ഷീ ഗോട്ട് മാരിഡ് അറ്റ് എ യങ് ഏജ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. ആൻഡ് അങ്ങനെ അതിനുശേഷം ഞാൻ അതിന്റെ ആർഗ്യുമെന്റ്സ് എഴുതി, കൗണ്ടർ ആർഗ്യുമെന്റ്സ് എഴുതി, എക്സാമ്പിൾസ് ഒക്കെ എഴുതി. ബാലൻസ് ആയിട്ട് കൺക്ലൂഷനിൽ ഞാൻ എന്ത് ചെയ്തു? ബേസിക്കലി ദ സെയിം ഗേൾ, ഐ ബ്രോട്ട് ദി സെയിം ഗേൾ ഹു ആൻഡ് വിത്ത് ദ സെയിം നെയിം. ഓക്കെ, ആ സെയിം ഗേൾ വിത്ത് സെയിം നെയിം കൊണ്ടുവന്നിട്ട് ഐ റോട്ട് ഹൗ ഷീ ബ്രോട്ട് ഹെർ ചൈൽഡ് ഓർ ഹെർ ഗേൾ ചൈൽഡ് ഔട്ട് ഓഫ് പെട്രിയാർക്കി. അതിൽ നിന്ന് എങ്ങനെയാ ഗേൾ ചൈൽഡിനെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യം. സോ ബേസിക്കലി ഇറ്റ്സ് ലൈക്ക് ബേസിക്കലി അത് ആ എൻഡ് വായിക്കുമ്പോൾ ആ ബേസിക്കലി എസ് എ വായിക്കുന്ന ആൾക്ക് ആ തുടക്കം തൊട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് വരാൻ പറ്റും. നമ്മൾ ഓൺ സ്റ്റോറി എഴുതുമ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ ഐ വാണ്ട് യു ടു ടേക്ക് പെൻ ആൻഡ് പേപ്പർ. ഐ വിൽ ഗിവ് യു 10 minutes or maybe 15 minutes. I want you to do the same for the another topic which I am going to show. ഞാൻ കാണിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ അത് ഇത് സെയിം പ്രോസസ്. അത് എന്ത് ചെയ്യണം? ആ വേർഡ്സ് വെച്ചിട്ട് ആ വേർഡ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വേർഡ്സ് എഴുതണം. ദെൻ വൈ, വാട്ട് എന്നുള്ള രീതിയിൽ കുറച്ച് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ നോക്കണം. ദെൻ ഓൾസോ ട്രൈ ടു ജനറേറ്റ് സം പോയിന്റ്സ്, എക്സാമ്പിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ജനറേറ്റ് ചെയ്യാൻ നോക്കണം. ജനറേറ്റ് കൗണ്ടർ ആർഗ്യുമെന്റ്സ് ആൻഡ് മേ ബി ആൻ ഇൻട്രൊഡക്ഷൻ സ്റ്റോറി. കൺക്ലൂഷൻ നമുക്ക് ഞാൻ അധികം ബലം പിടിക്കാത്തത്, നിങ്ങൾ ഇവിടെ ഈ ബ്രെയിൻ സ്റ്റോമിൽ ബലം പിടിക്കാത്തത് നമ്മളെ എസ് എ എഴുതി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു കൺക്ലൂഷൻ കിട്ടുക മിക്കപ്പോഴും. അങ്ങനെയാണ് എനിക്ക് മിക്കപ്പോഴും വരാറുള്ളത്. വേർഡ്സ് നിർബന്ധമാണോ? അത് ആക്ച്വലി മലയാളത്തിൽ എഴുതുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇംഗ്ലീഷ് എഴുതുമ്പോൾ മലയാളത്തിൽ എഴുതുമ്പോൾ കുഴപ്പമുണ്ട്. സംഭവം വെച്ചാൽ നമ്മൾ ആ സെയിം വാക്ക് തന്നെ പിന്നെയും പിന്നെ എസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു സുഖമില്ലായ്മയുണ്ട്. അപ്പൊ നമുക്ക് ആ വേർഡ്സ് കൃത്യമായി കിട്ടാനും കുറച്ചൊരു പോയിന്റ് ജനറേറ്റ് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ വേർഡ്സ് എഴുതുന്ന ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് തീമാണുള്ളത്. ബെസ്റ്റ് ലെസൺ, ബിറ്റർ എക്സ്പീരിയൻസ്. ബെസ്റ്റ് ലെസണുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്, ഈ ബിറ്റർ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡ്. അത് ദാറ്റ് വിൽ ഇൻവോക്ക് യുവർ തോട്ട്സ്. അതുകൊണ്ടാണ്. ഓക്കെ, സോ ക്യാൻ വി പ്രാക്ടീസ് വൺ? ഒരെണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നിങ്ങൾക്ക് സ്വയം? ഓക്കെ അല്ലേ? ഐ വിൽ ഗിവ് 10 minutes ടൈം. 10 minutes പോരെ? അതിനുശേഷം ഞാൻ നോക്കട്ടെ എന്താ അവസ്ഥ. അത് വേണമെങ്കിൽ കുറച്ചുകൂടി സമയം തരാം. ഓക്കെ ഓക്കെ, സോ ഐ വിൽ ഷോ യു ദി ക്വസ്റ്റ്യൻ. എവിടെ? ഓക്കെ, ലെറ്റ്സ് ബ്രെയിൻ സ്റ്റോം. ഇതാണ് സംഭവം. മഡി വാട്ടർ ഇസ് ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലീവിംഗ് ഇറ്റ് അലോൺ. കഴിഞ്ഞ വർഷത്തെയാണ്. ഓക്കെ, 8:10 വരെയാണ് സമയം. 8:10 വരെ. റൈറ്റ് ഓൺ ദി പേപ്പർ. ഗൂഗിൾ ചെയ്ത് നോക്കരുത്. അപ്പൊ ഗൂഗിൾ ചെയ്യാറില്ല, ചാറ്റ് GPT ചെയ്ത് നോക്കരുത്. ഓക്കെ, ആലോചിച്ച് നോക്ക്. ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഫസ്റ്റ്. ആ മീനിങ് സൈഡിൽ എഴുതി വെക്കുക. ഇതിൽ 3 പാർട്ടുണ്ട്. മഡി വാട്ടർ ഉണ്ട്, ബെസ്റ്റ് ക്ലിയർഡ് ഉണ്ട്, ലീവിങ് ഇറ്റ് അലോൺ ഉണ്ട്. എന്താണ് സംഭവം നോക്കാം. ഓക്കെ, നല്ല കുട്ടികളെന്ന് എഴുതും, കുഴപ്പമില്ല. നോക്കട്ടെ.
8:08 2 മിനിറ്റ്സ് കൂടി. കഴിഞ്ഞോ? ഇനി സമയം വേണോ? ഇനി സമയം വേണോ? ഇനി വേണം. ഓക്കെ ഓക്കെ, 5 more minutes ആണ് ഇനി. അത് കഴിഞ്ഞ സമയമില്ല, 8:15 വരെ.
ഓക്കെ, ഡൺ. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? മതി. ഓക്കെ ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? പോയിന്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയോ? എക്സാമ്പിൾസ്, പോയിന്റ്സ് പറ്റിയോ? മറ്റേ ടോപ്പിക്കാണോ എളുപ്പം, ഈ ടോപ്പിക്കാണോ എളുപ്പം? അധികം പറ്റിയില്ല. നേരത്തെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ പഠിച്ചു പോയി. ഇത് ആക്ച്വലി ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് ആക്ച്വലി നമുക്ക് എക്സാമ്പിൾസ് അങ്ങനെ കോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ലൈക്ക് നമുക്ക് നേരത്തെ എടുത്ത അപ്രോച്ച് ചിലപ്പോൾ അവിടെ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ഐ ഗോട്ട് 2 നെഗറ്റീവ് പോയിന്റ്സ്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ ടു ഷെയർ. നോ, എവറിത്തിങ് ഇസ് എ ഗുഡ് ഐഡിയ ടു ഷെയർ ഹിയർ. ഇവിടെ എല്ലാം നല്ല ഐഡിയ ആണ് ഷെയർ ചെയ്യാൻ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് മഡി വാട്ടർ is best cleared by leaving it alone, അല്ലെ? By leaving it alone എന്നുള്ളതാണ്. It is controversial points. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇത് ബേസിക്കലി ഞാൻ ചോദിക്കാം, അവിടെ തന്നെ നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ നേരത്തെ നമ്മൾ ചോദ്യത്തിൽ നമ്മൾ എടുത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് ബെസ്റ്റ് ലെസൺസ്, ബിറ്റർ എക്സ്പീരിയൻസസ്. ഇവിടെ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ 3 കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെ? 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നോക്കി നോക്കൂ. മഡി വാട്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ക്ലിയർ ആവുക എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്, ലീവിങ് ഇറ്റ് അലോൺ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. ഇത് 3മായി ബന്ധപ്പെടുത്തിയിട്ട് എന്താണ് ഇതിന്റെ ബേസിക് അർത്ഥം? വാട്ട് ഇസ് ദ ബേസിക് മീനിങ്? ക്യാൻ someone tell me what do you mean by this? ഇത് കേട്ടപ്പോൾ മനസ്സിലേക്ക് വന്ന കാര്യം എന്താന്ന് പറയാൻ പറ്റുമോ? ടൈം ഹീൽസ്, ടൈം കൊടുത്താൽ എല്ലാം ശരിയാവും, അതാണോ? പിന്നെ പീസ് കഥയുണ്ടല്ലോ, എന്താ കേട്ടില്ല. ഒരു സെയിന്റിന്റെ കഥയുണ്ടല്ലോ, ഡിസിപ്പിൾസുമായിട്ട് പോകുമ്പോൾ റിവർ വാട്ടർ അവിടുന്ന് ഒരു കുടം വെള്ളം എടുക്കാൻ പറഞ്ഞപ്പം. അതെന്തായിരുന്നു കഥ? അത് ഇത് തന്നെയാണ്. ലാസ്റ്റ് ടൈം മഡി വാട്ടർ ഈസ് ബെസ്റ്റ് ക്ലിയർ ബൈ ലിവിങ് ഇറ്റ് അലോൺ മെസ്സേജ് വരുന്നത്. അതാ മെസ്സേജ്. ആണോ? അങ്ങനെ ഒരു കഥ ഉണ്ടെന്നാണ് മനു പറയുന്നത്. ആ കഥ എനിക്കറിയില്ല. ഓക്കെ. ഇഗ്നോറൻസ് ഇസ് ബ്ലിസ്, ബുദ്ധ സ്റ്റോറി ഉണ്ട്. ഓക്കെ. സിറ്റുവേഷണൽ കയോസ്. ഓക്കെ. സോ ലൈക്ക് ബേസിക്കലി ഇവിടെ പറയുന്നത്, യെസ്, വെരി ഗുഡ് ഹന, നോൺ ഇന്റർവെൻഷൻ ഇൻ സർട്ടൈൻ മാറ്റേഴ്സ് ഇസ് ദി ബെസ്റ്റ് വേ ടു സോൾവ് ഇറ്റ്. അതാണ് ബേസിക്കലി സംഭവം. ചില സ്ഥലത്ത് മറ്റേ 5 സ്റ്റാർ കഴിക്കും, ഒന്നും ചെയ്യാതിരിക്കും എന്ന് പറയുന്നതാണ് ചില സിറ്റുവേഷനിൽ നല്ലത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതായത് എല്ലാത്തിലും നമ്മൾ കയറി ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട, ചില സിറ്റുവേഷനിൽ ടൈം തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളെ ഹീൽ ചെയ്യും. അപ്പോൾ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണ്ട, ഇന്റർഫിയർ ചെയ്യണ്ട എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിന് വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി സൈക്കോളജിക്കലായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാം. മഡി വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, അങ്ങനെ എടുക്കാം. അതിന് മനസ്സിന് ഹീൽ ചെയ്യാൻ ടൈം കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് ബേസിക്കലി എടുക്കാം, അല്ലെ? മഡി വാട്ടർ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? ഇറ്റ്സ് എ ടൈം പീരീഡ് വിത്ത് ലോട്ട് ഓഫ് കയോസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കയോസ് ഉള്ള ഒരു ടൈം, കൺഫ്യൂഷൻസ് ഉള്ള ഒരു ടൈം, ഓർ കോൺഫ്ലിക്ട്സ് ഉള്ള ഒരു ടൈം, ഓർ മേ ബി എ പീരീഡ് ഓഫ് ക്രൈസിസ്, എ പീരീഡ് ഓഫ് ആങ്സൈറ്റി, അങ്ങനെയുള്ള ടൈം പീരീഡ് ആണെങ്കിൽ അത് ക്ലിയർഡ് ആവുക എന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്നതൊക്കെ അതിനൊരു ക്ലാരിറ്റി കിട്ടുക, റിഫ്ലക്ഷൻ ആൻഡ് റിയലൈസേഷൻസ്, ക്ലാരിറ്റി ഓവർ ടൈം ദാറ്റ് ലീഡ്സ് ടു ഗ്രോത്ത് ആൻഡ് റെസിലിയൻസ്. വെരി ഗുഡ്, അല്ല? ക്ലാരിറ്റി, അണ്ടർസ്റ്റാൻഡിങ് വരിക, ട്രൂത്ത്, യെസ്, സൊല്യൂഷൻ, വെരി ഗുഡ്, സൊല്യൂഷൻ, ഹീലിംഗ് പോലുള്ള കാര്യങ്ങളാണ്. കൊറോണ ലോക്ക്ഡൌൺ, യെസ്, ആഹാ, വരുന്നതുണ്ടോ? ലീവിങ് ഇറ്റ് അലോൺ. എന്താ ലീവിങ് ഇറ്റ് അലോൺ? നേരത്തെ പറഞ്ഞ പോലെ നോൺ ഇന്റർഫറൻസ്. വെരി ഗുഡ് അമൃത. പേഷ്യൻസ് ആണ് അടുത്ത മെയിൻ. പേഷ്യൻസ്, പോസ് ചെയ്യുക, ഡിറ്റാച്ച്ഡ് ആവുക. ലീവിങ് ഇറ്റ് അലോൺ എന്ന് പറയുമ്പോൾ അവിടെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറയാം, ഒബ്സർവൻസ് ഓർ ഗിവിംഗ് ടൈം. ഇതൊക്കെയാണ് ബേസിക്കലി സംഭവം. അപ്പൊ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലോ, ഇതിൽ നമുക്ക് തോട്ട് കൊണ്ടുവരാൻ പറ്റും. നൗ ടെൽ മീ, ആങ്കർ മേക്സ് us react rather than respond, അല്ലേ? ഓക്കെ. ഈഗോ മേക്സ് കോംപ്രമൈസ് ഫീൽ ഡിഫീറ്റ്, റിവെഞ്ച് കീപ്സ് കോൺഫ്ലിക്റ്റ്. ആഹാ, കൊള്ളാലോ. ഇനി ടെൽ മീ why
it is important to leave behind or leave alone to settle. അല്ലെങ്കിൽ ഹൗ, ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ട ഹൗ എന്നുള്ള കാര്യമാണ്. എങ്ങനെയാണ് സംഭവം, അതായത് നമ്മൾ വെറുതെ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റ് ആവുന്നത് എങ്ങനെയാണ് പറയാൻ പറ്റുമോ? സെൽഫ് ക്ലാരിറ്റി നീഡഡ് ടു സോൾവ് മോസ്റ്റ് ഓഫ് ദി ഇഷ്യൂസ്. കയോസ് ടു റെഡ്യൂസ്. യെസ്, കയോസ് ടു റെഡ്യൂസ് ആവും. പിന്നെ വേറെ think more if no external pressure. Think more അല്ല, think well അല്ലേ? Then distancing yourself from problem gives a big picture. Good. Sir, I don't know about historical accuracy, but Khalji avoided failure by avoiding Genghis Khan army by denying asylum to one of his enemies. Maybe, yes. Create self-awareness. Good. 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 ഓക്കെ. രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ടൈം റിസൾട്ട്സ് ഇൻ സെറ്റിൽമെന്റ്സ്. ടൈം റിസൾട്ട് ഇൻ സെറ്റിൽമെന്റ്, അതൊന്ന്. സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ സംഭവം ഒന്ന് കെട്ടടങ്ങാം. ടൈം മേ ഗിവ് യു എന്താ പറയാ ഓപ്പർച്യൂണിറ്റി, അതായത് ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ഇപ്പോൾ നിലവില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി പിന്നീട് ടൈമിൽ വന്നേക്കാം. പിന്നെന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇന്ത്യ വെയിറ്റഡ് ഫോർ വിന്റർ ടു സെറ്റ് ഇൻ 1971 war with Pakistan. യെസ്, ഗുഡ് ഗുഡ്. പിന്നെ മഡി വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ കൺഫ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ? സോ വെൻ യു ആർ കൺഫ്യൂസ്ഡ്, വെൻ യു ആർ ആംഗ്രി, ഇറ്റ് ലീഡ് ടു ബാഡ് ജഡ്ജ്മെന്റ്. ഇറ്റ് മേ ലീഡ് ടു ഫർദർ കോംപ്ലിക്കേഷൻ അല്ലേ? ഓക്കെ. പീസ്ഫുൾ തോട്ട് give you better solution. Personal devotion to God in Bhakti movement, അത് ആക്ച്വലി പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണ്ടോ? അതൊരു ഡിസ്ട്രാക്ഷൻ അല്ലേ? ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ വിട്ട് നമ്മൾ മെന്റൽ പീസിനുള്ള ഒരു വഴിയായിട്ടല്ലേ കാണുന്നത്. പ്രോബ്ലം സോൾവ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം എനിക്കുണ്ട്. ഓക്കെ. സോഷ്യൽ മീഡിയ നെഗറ്റിവിറ്റി, ഓക്കെ, അതൊരു പോയിന്റ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം ഇഷ്യൂസ്. ഡിസ്റ്റൻസ് ഫ്രം ഇഷ്യൂസ് എന്ത് ചെയ്യും? ഗീവ്സ് യു എ ഹോളിസ്റ്റിക് പിക്ചർ അല്ലേ? ഈ കലങ്ങി കിടക്കുന്ന വെള്ളം തന്നെ മുകളിൽ നോക്കുമ്പോൾ എവിടെ നിന്നൊക്കെയാ സെറ്റിൽ ആവുക, എവിടെയാണ് കൂടുതൽ കലക്കം, എവിടെ നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്ന ഐഡിയ കിട്ടും. ഓക്കെ. ആൻഡ് യു പീപ്പിൾ ആർ ഗിവിംഗ് ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. എക്സാമ്പിൾസ് ഒരുപാട് തരുന്നുണ്ട് അല്ലെ? ഹിസ്റ്റോറിക്കലി എന്തെങ്കിലും എക്സാമ്പിൾ കിട്ടുന്നുണ്ടോ? ഇവിടെ ഇത്തരത്തിൽ സൈക്കോളജിക്കൽ ടോപ്പിക്കില് നമുക്ക് ഹിസ്റ്ററിയേക്കാൾ ഉപരി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ നല്ലത് പേഴ്സണലി ഉള്ള കുറച്ച് കാര്യങ്ങൾ, റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് കുറച്ച് ആലോചിച്ച് നോക്കാം. Then we can find, yes, very good. വിഷ്ണു കൊടുത്ത ഡയമെൻഷൻ നോക്ക്. We cannot find the depth of a river when it is muddy. Very good, very good, good dimension. ഹിസ്റ്റോറിക്കലി എന്തെങ്കിലും എക്സാമ്പിൾ കിട്ടുന്നുണ്ടോ? Any examples? അശോക കലിംഗ വാർ ബേസിക്കലി അശോക ഇഷ്യൂ സെറ്റിൽ ആവാൻ നിന്നോ അല്ലല്ലോ, അശോക സോൾവ് ചെയ്യല്ലേ ചെയ്തേ. വേറെന്തെങ്കിലും? വേറെ എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ എക്സാമ്പിൾ ആർക്കും കിട്ടിയില്ല? Mauryan army waited before attacking Nanda army, princely states, Taoism, or you can talk about
ബുദ്ധയുടെ എന്താണ് എക്സാമ്പിൾ? സസ്പെൻഷൻ ഓഫ് NCM വേണമെങ്കിൽ പറയാം, നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് സസ്പെൻഷൻ. യെസ്, India did not directly retaliate towards Trump's tariff hike. So these are all examples നമുക്ക് വരാൻ പറ്റുന്നുണ്ട്. പിന്നെ സോഷ്യലി എന്തെങ്കിലും വരുന്നുണ്ടോ? സോഷ്യലി മെഡിറ്റേഷൻ ഓഫ് മോങ്സ്. ഓക്കെ, സോഷ്യലി എന്തെങ്കിലും? Any points from social point of view? Let us consider social unrest. Social unrest ഉണ്ടെങ്കിലോ, ലൈക്ക് ഗവൺമെന്റ് നേരെ പോയിട്ട് സമയം തല്ലി ഒതുക്കുകയാണ് ചെയ്യാം. They give some time, takes negotiations, then they solve. Manipur conflict. Okay, good. Then politically എന്തെങ്കിലും പറയാൻ പറ്റുമോ? Politically any example? Yes. പെസ എങ്ങനെയാ? their own autonomy അതാണ് സെറ്റായി വരുന്നില്ലല്ലോ. ഓക്കെ, പൊളിറ്റിക്കലി കിട്ടുന്നില്ലെങ്കിൽ ഗവേണൻസ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പൊളിറ്റിക്കലി ഒരുമിച്ച് എഴുതാം. നോൺ ഇന്റർഫറൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യുന്നത് അത് കോട്ട് ചെയ്യാവുന്നതാണ്. നോൺ ഇന്റർഫറൻസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യം. മിനിമം ഗവൺമെന്റ്, മാക്സിമം ഗവേണൻസ്. ഓക്കെ, അതേപോലെ എക്കണോമിക്കലി നമുക്ക് പറയാം, യു ക്യാൻ കോട്ട് എക്സാമ്പിൾ ഫ്രം ദി സ്റ്റോക്ക് മാർക്കറ്റ്. Stock market, like when some event happens, people used to do panic selling. Settle avade panic selling ചെയ്യും. Yes, Article 370, strategic waiting before implementing. Good. Good. What are the counter arguments in this regard? Counter arguments എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റ് കൗണ്ടർ ആർഗ്യുമെന്റിലും പറയാം, പക്ഷെ ഇവിടെ എക്കണോമിക്കലി വേറെ പോയിന്റ്സ് എന്നിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. എന്താണ് കൗണ്ടർ ആർഗ്യുമെന്റ്? മഡി വാട്ടർ ഇസ് ക്ലിയർ വെൻ ലെഫ്റ്റ് അലോൺ. ഫിഷിംഗ് ഇൻ മഡി വാട്ടർ, നോട്ട് ലിവിംഗ് അറൗണ്ട് ഫോർ ഓൺ സർഫേസ്. ഓക്കെ, ഒന്നാമത്തെ കേസ്, സം ഇഷ്യൂസ്. യെസ്, some issues will get more complicated with time if not intervened. Alle, complicates if not attended. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കറപ്ഷൻ പോലുള്ള പ്രശ്നം, അല്ലെങ്കിൽ വാർ, അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ, അതൊന്ന് ഡിസാസ്റ്റർ വന്ന് അതൊന്നും കഴിഞ്ഞ് സെറ്റിൽ ആവട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ അതായത് ആക്റ്റീവ് പ്രോബ്ലം സോൾവിങ് വേണം. വർഗീയ പ്രശ്നങ്ങളിൽ തീരുമാനം വൈകുന്ന കൂടുതൽ പ്രശ്നമാകും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അവോയ്ഡൻസ് ആൻഡ് പേഷ്യൻസ് രണ്ടും ഡിഫറെന്റ് ആണ്. ലൈക്ക് ലീവിങ് അലോൺ എന്ന് പറഞ്ഞതിന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് റിക്വയർസ് ഒബ്സർവേഷൻ. ആ കാര്യത്തിന് ഒബ്സർവ് ചെയ്യണം, അതൊരു കാര്യം. യെസ്, ആർട്ടിക്കിൾ 370 നമ്മൾ പറഞ്ഞതാ. അതേപോലെ തന്നെ നമ്മൾ 2008 പാർലമെന്റ് അറ്റാക്കിന് ഇന്ത്യ റീറ്റാലിയേറ്റ് ചെയ്യാഞ്ഞത്, 2008 2006 പാർലമെന്റ് അറ്റാക്ക് 2006, അത് റീറ്റാലിയേറ്റ് ചെയ്യാഞ്ഞത് അത് നമുക്ക് പറയാം. ദെൻ ക്ലാരിറ്റി ഉണ്ട്. യു വെയിറ്റഡ് തിങ്സ് ടു സെറ്റിൽ. ക്ലാരിറ്റി വിത്തൗട്ട് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ശരിയല്ല.
We can generate counter arguments. Future turbulence may again make it muddy. Yes. Yes. കൗണ്ടർ ആർഗ്യുമെന്റ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരണ്യ പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യാവുന്നത്, ബാലൻസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കുന്നത്. മഡി വൺസ് മഡി ആയി കഴിഞ്ഞാൽ വി ഗിവ് ഇറ്റ് ടൈം ടു ക്ലിയർ, ബട്ട് വി ഷുഡ് ടേക്ക് കെയർ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് അഗെയിൻ ഗെറ്റിംഗ് മഡി. മനസ്സിലായോ? അതാണ് ഇമ്പോർട്ടന്റ്. ലൈക്ക് യു ഈ ബേസിക്കലി മഡി സാധനത്തിനെ നമ്മൾ ക്ലിയർ ചെയ്യാൻ വെയിറ്റ് ചെയ്തു. ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് എന്താ, വീണ്ടും മഡി ആവാതിരിക്കാനുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് നോക്കേണ്ടത്. ദാറ്റ് ഡൈമെൻഷൻ യു ക്യാൻ ഗിവ്. യെസ്, എപ്പോഴോ പ്രവർത്തിക്കുന്ന പറ്റി. സോ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് എഴുതുമ്പോൾ യു വിൽ ബി ഏബിൾ ടു റൈറ്റ് ഓൾ ദീസ് തിങ്സ്. എനിബഡി ഗോട്ട് എ ഗുഡ് ഇൻട്രോ? എന്തെങ്കിലും സ്റ്റോറി ഇൻട്രൊഡക്ഷൻ കിട്ടിയോ? Robert Downey Jr. life descent to turbulence of addiction and led to jail. Take time and come back to success. അത് ഇൻട്രൊഡക്ഷൻ ആണോ? അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. Might lead to justification or passiveness or inactivity. അത് ഞാൻ പറഞ്ഞത് അവോയ്ഡൻസും ഇതും വ്യത്യാസമുണ്ട്. ഡെസേർട്ട് ടു ഫോറസ്റ്റോ, അങ്ങനെ എത്ര ഡെസേർട്ട് ഫോറസ്റ്റ് ആയിട്ടുണ്ട്? അതാവുന്നില്ലല്ലോ. അതൊക്കെ വെറുതെ ഫിലോസഫിക്കലി പറയാനല്ലേ പറ്റുള്ളൂ. Any other examples you can create or write? ചെർണോബിൽ ഫംഗസ് കൊടുക്കാമോ? അവിടെ ആക്ച്വലി നമുക്ക് വേറെ വലിയൊരു ഓപ്ഷൻ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്റെ മനസ്സിൽ 2-3 എക്സാമ്പിൾസ് വന്നു, അല്ല ഇൻട്രൊഡക്ഷൻ വന്നു. ഒന്ന്, ഇപ്പോ മറ്റേ ഒഡീസിയാണ് ലാസ്റ്റ് കണ്ടത്. അപ്പോ ഒഡീസിയുടെ ബേസിൽ വേണമെങ്കിൽ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള സാധനമായിരുന്നു എന്റെ മനസ്സിൽ വന്നത്. എന്താണ്, ഒരാള് ഷിപ്പ് ഒരു ഇതിൽ പെട്ടുപോകുന്നതും ആളാ ജേർണിയിൽ പോകുന്നതും ആള് ആ ലൈക്ക് ആ ബോട്ടിൽ പോകുന്ന സമയത്ത് ബേസിക്കലി ലൈക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ വേവ്സ് ഇല്ലാത്ത വിൻഡ് ഇല്ലാത്ത സമയത്ത് മാത്രം ഫ്ലോ ചെയ്യുകയും വിൻഡുള്ള സമയത്ത് സെയിൽ ചെയ്യാൻ വേണ്ടി വിൻഡ് ഉപയോഗിക്കുകയും അങ്ങനെ സ്ട്രെയിൻ ചെയ്യാതെ ഹി ഗേവ് ടൈം ആൻഡ് ഹി വെന്റ് വിത്ത് ദി ഫ്ലോ ടു റീച്ച് ദി ഹോം. അത് വേണമെങ്കിൽ ഒരു കഥയായിട്ട് പറയാം. Messi declared retirement after final loss and emotional burst after timely reverse decision. അത് വേണമെങ്കിൽ പറയാം. അത് ആക്ച്വലി നമുക്ക് ആ പേഴ്സണൽ പോയിന്റിൽ എഴുതാം. പേഴ്സണൽ എന്ന് പറഞ്ഞ ഡയമെൻഷൻ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എഴുതാം. അവിടെ ഇപ്പൊ പറഞ്ഞ പോലെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ പ്രഭുവിന്റെ കഥ, അതെന്തായിരുന്നു കഥ ആക്ച്വലി? അതിന്റെ ഏത് പോർഷൻ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? മോണ്ടി ക്രിസ്റ്റോ പ്രഭുവിന്റെ ഒഡീസി ഒന്നിനും പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആ പടം കണ്ടുള്ള മനസ്സിൽ വന്നതാണ്. എ പേഴ്സൺ ഹു ഗോട്ട് സ്റ്റക്ക് ഇൻ ആൻ ഐലൻഡ് ഹു ഈസ് ട്രൈയിങ് ടു ഗെറ്റ് ബാക്ക് ഹോം. ആ ഗെറ്റ് ബാക്ക് ഹോം എന്ന സമയത്ത് ഈ കടൽ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ഹിം ഡേയ്സ് ടു റീച്ച് ദി ഹോം. അപ്പൊ ഇത്രയും നാള് വീട്ടിലേക്ക് എത്തുമ്പോൾ ആള് തുടക്കം തൊട്ടേ തുഴഞ്ഞ് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഹി ഇവൻച്വലി വെൻഡ് അപ്പ് എക്സോസ്റ്റഡ് ആൻഡ് വിൽ ഡൈ. അപ്പൊ ആൾ എന്ത് ചെയ്തു? വിൻഡ് വെച്ച് വിൻഡിനെ സെയിൽ ചെയ്തു. ഹി ടുക്ക് ടൈം, പക്ഷെ അങ്ങനെ പോയി എന്നുള്ളത് പീസ്ഫുള്ളി. Okay. Then if you have awareness about the Hindu mythology, അവിടെ റോബിൻസൺ ക്രൂസോ ലോസ്റ്റ് ഇൻ yes. Okay. റോബിൻസൺ ക്രൂസോ അത് എഴുതാം. യെസ്, ഞാൻ പറഞ്ഞത് ഈ ഹിന്ദു മിത്തോളജി അറിയെങ്കിൽ ഈ മറ്റേ എന്താണ് പാലാഴി കടന്നെടുത്ത കഥയുണ്ട്. സോ വെൻ ദിസ് ടേണിംഗ് ഓഫ് ദി ഓഷ്യൻ ടുക്ക് പ്ലേസ്, ഇനീഷ്യലി പോയിസൺ ആണ് വന്നത്. അപ്പൊ പോയിസൺ വന്നപ്പോ എല്ലാവരും ബേസിക്കലി എന്ത് ചെയ്തു? അത് കുടിക്കണം എന്ന് പറഞ്ഞ സംഭവമായി. അതിനുശേഷം വെൻ ദേ വെയിറ്റഡ് അഗെയിൻ എബ്നെറ്റ് ആണ് ദേ ഗോട്ട് ദിസ് എന്നാണ് അമൃത് എന്ന് പറയുന്ന സാധനം വന്നത്. അതിന്റെ ബേസിൽ വേണേൽ സ്റ്റോറി എഴുതാം. അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് 2 സ്പോർട്സ്മെൻ. ഒന്നാമത്തെ സ്പോർട്സ്മാൻ എല്ലാവരും രണ്ടും ഫേമസ് ആയ ആൾക്കാരാണ്. ഒന്നാമത്തെ സ്പോർട്സ്മാൻ ഇസ് സിനദിൻ സിദാൻ. ലൈക്ക് ആളെ പ്രൊവോക്ക് ചെയ്തപ്പോ ഹിസ് മൈൻഡ് ഗോട്ട് മഡി, ഹിസ് ജഡ്ജ്മെന്റ് ഫെയിലർ ആയി. He reacted, which cost him his career. Second is Captain Cool, Dhoni. Whatever be the situation, he takes time, he keeps his cool, thinks and makes the right decision and wins World Cup. എന്നിട്ട്
നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റോറി രണ്ടും പറഞ്ഞ ശേഷം നെക്സ്റ്റ് പാരഗ്രാഫിൽ ഈ സ്റ്റോറിയെ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോണ്ടക്സ്റ്റുമായി ലിങ്ക് ചെയ്ത് എസ്സേയിലേക്ക് കടക്കാൻ പറ്റും വേണമെങ്കിൽ. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്ത് വിൽ ബി ഹാവിംഗ് സ്റ്റോറീസ്. അത് ഗീതയിലത്തെ കോട്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിൽ എക്സാമ്പിൾസ് ആയിട്ട് കോട്ട് ചെയ്യാം. കർമ്മം ചെയ്യുക എന്നുള്ളതാണ് സിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ ഇതാണ് സംഭവം. സോ യു വിൽ ബി ഹാവിംഗ് യുവർ എസ്സേ ടെസ്റ്റ് ടുമോറോ. പക്ഷെ അത് പറയുമ്പോൾ ദേവന്മാരും അസുരന്മാരും നിൽക്കാൻ എടുത്ത സ്ഥലം ഒരു ഇതല്ലേ, വാലിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടല്ല ദേവന്മാർക്ക് വിഷം ഏൽക്കാഞ്ഞത്. ഓക്കെ, വാലിന്റെ ഓക്കെ ഇവർക്ക് തലയും വാലും വന്നത് അല്ലേ. ബട്ട് അത് നമുക്ക് സ്റ്റോറി ഇവിടെ ഉപയോഗിക്കാവുന്നേ. സാർ ഒരു ഫുട്ബോൾ മാച്ച് യൂറിയ ഫൈനൽ 2-1 സ്റ്റോറി ആയിട്ട് പറഞ്ഞൂടെ? എനിക്ക് മനസ്സിലായില്ല ശ്രീഹരി. യൂറിയ ഈ ക്ലിയർ ആയില്ലടാ. ഓക്കെ, സോ ടുമോറോ യു വിൽ ബി ഹാവിംഗ് യുവർ ഫസ്റ്റ് എസ്സേ ടെസ്റ്റ്. 2 എസ്സേ ഉണ്ടാവും. ഫസ്റ്റ് എസ്സേ ഇട്ട് എസ്സേ കിട്ടിയ പാടെ ചാടി കയറി എഴുതി തുടങ്ങാൻ നോക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് യു ടേക്ക് ദി 20 minutes, യു ടേക്ക് 3-4 minutes ടു ചൂസ് ദി ടോപ്പിക്, ടേക്ക് ദി 20 minutes ടു ബ്രെയിൻ സ്റ്റോം. എല്ലാ കാര്യവും ഡംപ് ചെയ്യുക, റഫ് വർക്കിംഗ് സ്പേസിലൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് റൈറ്റിംഗ്. ആദ്യത്തെ എസ്സേ ആദ്യമായിട്ടാണ് എഴുതുന്നതെങ്കിൽ നല്ല എസ്സേ ആവാനുള്ള സാധ്യത യാതൊരുവിധ സാധ്യതയില്ല. ബട്ട് എല്ലാവരും അങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്. അവിടുന്ന് എഴുതി ബെറ്റർ ആക്കി കൊണ്ടുവരാനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. മനസ്സിലായോ? ഇനി നല്ലൊരു എസ്സേ എഴുതാറാവുമ്പോഴേ ഞാൻ ഒരു എസ്സേ തുടങ്ങുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമുക്കത് എഴുതി തുടങ്ങണം. ഓക്കെ, so start writing tomorrow. You might struggle to write, you might struggle to complete, but ഇതൊന്ന് നോക്കി വെക്കാം. സർ, റെലവൻസ് ഓഫ് ടോപ്പർ കോപ്പി പറയോ? ടോപ്പേഴ്സ് കോപ്പി നോക്കുന്നത് നല്ലതാണ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദേ ബ്രിങ് ദി ഡയമെൻഷൻ, ഹൗ ദേ റൈറ്റ് എന്നുള്ള കാര്യവും. പക്ഷേ ചൂസിങ് എ റെലവൻറ്റ് ടോപ്പർ കോപ്പി ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം എല്ലാ ടോപ്പർ കോപ്പിയും നല്ല ആൻസേഴ്സ് അല്ല. ലൈക്ക് വാട്ട് ബീങ് അപ്ലോഡ് നല്ല ആൻസേഴ്സ് അല്ല. കാരണം ഇത് ചിലപ്പോൾ അവർ ആ മെയിൻ ടെസ്റ്റ് ഇത് തുടങ്ങുന്ന സമയത്തൊക്കെ എഴുതി തുടങ്ങുന്നതായിരിക്കും, അതായിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. സോ അതാണ് ഒരു പ്രശ്നം എസ്സേയിൽ ചൂസ് ചെയ്യുമ്പോൾ. ആൻഡ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ എന്താ പറയുക, ഒരു ബിഗിനർ ആസ്പിരന്റ് നല്ല എസ്സേ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ടോപ്പർ കോപ്പീസ് യു ക്യാൻ റീഡ് സെവറൽ ടോപ്പർ കോപ്പീസ് ടു ഗെറ്റ് ദി ഐഡിയാസ്. അത് കോപ്പി ചെയ്യാനോ ആ സ്ട്രക്ചർ കോപ്പി ചെയ്യാനോ ബേസിക്കലി നമ്മൾ എടുക്കരുത്. അവർ ഡയമെൻഷൻ കൊണ്ടുവരുന്ന ഐഡിയാസും കൊണ്ടുവരുന്ന എക്സാമ്പിൾസും കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കാം ഇനീഷ്യലി. കുറച്ചുകൂടി നിങ്ങൾ ഹാവ് ടു റൈറ്റ് ലൈക്ക് 2-3 essays, you will understand what a good essay is, what not a good essay is. Then you can read in that manner. ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായി യൂനസ്? നമുക്ക് കിട്ടുന്ന എല്ലാ ടോപ്പർ കോപ്പിയും എല്ലാ ടോപ്പേഴ്സിന്റെ എസ്സേ നല്ല എസ്സേസ് അല്ല. മീൻസ് അവർ എഴുതുന്ന എസ്സേ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അവർ നല്ല എസ്സേ എഴുതുന്ന ആൾക്കാരാണ്. പക്ഷെ അവരും തുടക്കത്തിൽ മോശം എസ്സേ എഴുതിണ്ടാവുമല്ലോ. അപ്പൊ പല അപ്ലോഡഡ് കോപ്പിയിലും അത് വരും. മനസ്സിലാവുന്നുണ്ടോ? അവരും എഴുതി നല്ല എസ്സേയിലേക്ക് എത്തുന്നതാണല്ലോ. അതാണ് ഒരു പ്രശ്നം. ഞാൻ ഉദ്ദേശിച്ച കാര്യം ക്ലിയർ ആയോ? ഒന്നുകൂടെ ക്ലിയർ ആക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ യൂനസ് ആണ് ടോപ്പർ, റാങ്ക് 5. യൂനസ് ഇപ്പൊ എഴുതുന്ന എസ്സേ എന്ന് പറഞ്ഞാൽ റാങ്ക് 5 വാങ്ങിക്കാവുന്ന എസ്സേ ആയിരിക്കില്ല. ഇല്ലല്ലോ. യൂനസ് എഴുതി തുടങ്ങി, അത് കഴിഞ്ഞ് യൂനസ് പ്രിലിംസ് എഴുതി, മെയിൻസ് കഴിയുമ്പോഴും ചിലപ്പോൾ ആദ്യം എഴുതുന്നത് കുറച്ച് എസ്സേ ആയിരിക്കില്ല. അതിനുശേഷം UPSC എഴുതാറാവുമ്പോഴേക്കാണ് യൂനസ് ആ ലെവലിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ആയി കിട്ടുന്ന ടോപ്പേഴ്സ് കോപ്പി എന്ന് പറയുന്നത് ഇവർ എഴുതി തുടങ്ങിയ സമയത്തുള്ള എസ്സേസ് ആവാൻ സാധ്യതയുണ്ട്. മെയിൻസിന്റെ ടെസ്റ്റ് സീരീസിന്റെ ഫസ്റ്റ് എസ്സേ ഒക്കെ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യും. ഫസ്റ്റ് എസ്സേ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവരുടെ ഒരു ബെസ്റ്റ് എസ്സേ ഒന്നും ആയിരിക്കില്ല അത്. അപ്പൊ നമ്മളൊരു ടോപ്പർ ആണെന്ന് വെച്ചാൽ ആ എസ്സേ തന്നെ ഫോർമാറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഞാൻ പറഞ്ഞത് യു ക്യാൻ റീഡ് ദാറ്റ് എസ്സേ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഓൾ ഡയമെൻഷൻസ് ദേ ആർ ബ്രിങ്ങിങ്, ഹൗ ദേ ആർ തിങ്കിങ്, ഹൗ ദേ ആർ ബ്രിങ്ങിങ് എക്സാമ്പിൾസ്, quoting examples, how they are introducing എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിന് കണ്ടന്റ് അങ്ങനത്തെ രീതിയിൽ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം. After you write 3-4 essay and you got the feedback, then only you will understand whether ആ essay നല്ല essay ആണോ അല്ലേ എന്നുള്ളത്, അതിന്റെ സ്ട്രക്ചറിങ് ശരിയാണോ അല്ലേ എന്നുള്ളത്.
അപ്പോഴാണ് കുറച്ച് ക്ലാരിറ്റി കിട്ടുക. ഇപ്പോൾ ആ ടോപ്പേഴ്സ് എസ് എഴുതുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ അവർ ചെയ്ത മെത്തഡോളജി ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത്. അവർ കൊണ്ടുവന്ന ഡയമെൻഷൻസ്, അവരെ തോട്ട് പോയ രീതി, ആ ഡയമെൻഷൻസ് അവർ കോട്ട് ചെയ്ത എക്സാമ്പിൾസ്, അതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? എസ് എയിൽ ഇനിയും നമ്മൾ അഡ്രസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അതായത് എസ് എയുടെ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, ഒരു പാരഗ്രാഫിൽ മറ്റൊരു പാരഗ്രാഫിലെ ട്രാൻസിഷൻ, ഇതൊക്കെ ശരിയാക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ ഇനി എസ് എഴുതി കറക്റ്റ് ചെയ്ത് അതിനാണ് നമ്മൾ ഈ പേഴ്സണൽ ഫീഡ്ബാക്ക് വയ്ക്കുന്നത്. അങ്ങനെ അത് ശരിയായി വരാം. ദാറ്റ്സ് ഹൗ വി ഡു ദിസ് തിങ്സ്. അപ്പൊ നിങ്ങൾ എഴുതുന്ന ഒരു എസ്, നിങ്ങൾ 2 എസ് എഴുതുന്നുണ്ടെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളൊപ്പം ഇരുന്നിട്ട് ആ എസ് കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് അതിലെ അപ്സും ഡൗൺസും എങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആഡ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് 4 എസ്സേസും എഴുതുക. ദോസ് ആർ യെറ്റ് ടു ജോയിൻ ദി പ്രോഗ്രാം, പ്ലീസ് ഡു ജോയിൻ. നമുക്ക് ഇനി നാളെ തൊട്ട് എസ് എ ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1-to-1 മെന്റർഷിപ്പിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് എസ് എ വർക്ക്ഷോപ്സ് വരും. ഓക്കെ, ഇനിയും നമുക്ക് എസ് എ വർക്ക്ഷോപ്സ് വരും. ആ എസ് എ വർക്ക്ഷോപ്സിൽ കുറച്ച് ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ എസ് എ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതിന് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഓക്കെ, വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു എവരിവൺ. നാളെ എസ് എഴുതണേ.